മധ്യേ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ കൂടി വരുന്നതെങ്കിൽ യേശു അവിടെ ഉണ്ടായിരിക്കും. മനുഷ്യൻ്റെ നാമത്തിനാണ് നമ്മൾ കടന്നു വരുന്നതെങ്കിൽ, മറ്റേതെങ്കിലും നാമത്തിനാണെങ്കിൽ അവിടെ യേശു ഇല്ല. എന്നാൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിലാണ്. ആ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ആ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത കൊണ്ട് ആ സന്തോഷം അനുഭവിക്കുവാൻ, ആ സമാധാനം അനുഭവിക്കുവാൻ ഇന്ന് കർത്താവ് നമ്മളെ വീണ്ടും ഇടയാക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടി കർത്താവിനെന്ന ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. സ്തോത്രം, എത്രയോ നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. ഒരുപക്ഷെ പല വിഷയങ്ങളുടെ മുമ്പിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. ആമേൻ, പല ചോദ്യങ്ങളും നമുക്കുണ്ടായിരിക്കാം. എങ്കിലും ഈ അനവധി നന്മകൾ ദൈവം നമുക്ക് തന്നു. കർത്താവിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മളെ നടത്തിയതിനായിട്ട്, ദൈവം നമ്മളെ വിളിക്കായിട്ട്, ആമേൻ, ആ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവിടുന്ന് നമ്മളെ ഇടയാക്കിയതിനായിട്ട്, നമ്മളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മളെ കണ്ടതിനെ ഓർത്ത് ആ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മറ്റെല്ലാം നമുക്ക് വിടാം. ആ കർത്താവിലേക്ക് നമുക്ക് കാര്യമുള്ളത്. തൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാണ്. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അവൻ്റെ നന്മയെ വർണ്ണിക്കുന്നത് നല്ലതാണ്. സ്തോത്രം, നമുക്ക് നല്ലതാണ്. സ്തോത്രം, ദൈവത്തിനല്ല, നമുക്ക് നല്ലതാണ്. ദായിലെ സ്തോത്രം, അവൻ്റെ ദൈവം. ആമേൻ. റിമെമ്പർ ഹിസ് മെർസീസ്, റിമെമ്പർ ഹിസ് ഗുഡ്നസ്. രാത്രി തോറും തൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതല്ല. യഹോവ തൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്ത് വരുന്നവൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. കൃപയോടെ, ഒരു പുതിയ ധൈര്യത്തോടെ, ഒരു പുതിയ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഒരിക്കൽ കൂടി മടക്കി അയക്കുന്നതായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എനിക്കെന്തു യോഗ്യത? യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത? ഓ, എന്തു യോഗ്യത? എനിക്കെന്തു യോഗ്യത? യേശുവിന്റെ എന്തു യോഗ്യത? ആണിരുന്നപ്പോൾ എന്നെ വസ്തുവായി സമർപ്പിച്ചപ്പോൾ, ഞാനവന്റെ മുൻപിൽ ആണിരുന്നപ്പോൾ എന്നെ വസ്തുവായി സമർപ്പിച്ചപ്പോൾ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമില്ലല്ലോ. എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എന്റെ യേശുവല്ലാതാരുമില്ല. എന്നെ കരുതുന്നവൻ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എന്റെ യേശു അല്ലാതാരുമില്ലല്ലോ. എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, അല്പനേരത്തെ മുഖം തിരിഞ്ഞും മനം തിരിഞ്ഞു ഞാൻ മടങ്ങി വന്നാൽ, അരികിൽ വന്ന ആശ്വാസം പകരുന്നവൻ. മനം തിരിഞ്ഞു ഞാൻ മടങ്ങി വന്നാൽ, അരികിൽ വന്ന ആശ്വാസം പകരുന്നവൻ. ഓ, മനം തിരിഞ്ഞു ഞാൻ മടങ്ങി വന്നാൽ, അരികിൽ വന്ന ആശ്വാസം പകരുന്നവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത? എനിക്കെന്തു യോഗ്യത? സൗഖ്യമാക്കുന്നോൻ അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ. മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നോൻ, ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ഓ, ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയതും. ഓ, എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും എന്നെ നടത്തുന്നവൻ. നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ വിശ്വാസത്തോടെ
നായകനവൻ നമുക്ക് മുൻപിലായി വഴികളെ നിരത്തിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തിൽ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തിൽ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തിൽ. യേശുനായകൻ ഏതു നേരത്തും സന്തോഷത്തിലും ദുഃഖത്തിലും ഇല്ലായ്മയിലും അവസ്ഥയിലും രോഗത്തിലും ഭാരത്തിലും രാത്രിയിലും പാടിയിലും ദൂതരോടൊന്നിച്ച് കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാനെത്തിയിടും. രാത്രിയിലും പാടിയിലും ഏത് നേരത്തും നടത്തിയിടുന്നവൻ. നന്ദിയോടെ യേശുനായകൻ ഏത് നേരത്തും നടത്തിയിടുന്നവൻ. നന്ദിയാൽ പാടുന്ന എന്നതിൽ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ചവൻ, എന്നെ സ്നേഹിച്ചവൻ, എന്നെ സ്നേഹിച്ചു. എണ്ണിയാൽ തീരാത്ത എത്രയോ നന്മകൾ, എത്രയോ നന്മകൾ, എത്രയോ വിളികൾ, എത്രയോ വഴികൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചിരന്തം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്രയാനന്ദം. രക്ഷകനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്ന എന്നെ രക്ഷകനായി യേശു ക്രൂശിലേറി. Yes, he gave his life for me. യേശുവത്ര നല്ല, യേശുവത്ര വല്ലഭൻ, പതിനായിരത്തിലതിശ്രേഷ്ഠനാം യേശു. യേശുവത്ര നല്ലവൻ, യേശുവത്ര വല്ലഭൻ, പതിനായിരത്തിലതിശ്രേഷ്ഠനാം. യേശുവത്ര നല്ലവൻ, യേശുവത്ര വല്ലഭൻ, പതിനായിരത്തിലതിശ്രേഷ്ഠനാം. യേശുവിൻ നാമം, എന്റെ യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം, ജീവിതത്തിലെ ആശ്രയമേ. സ്തുതിക്കും ഞാനെന്നും യേശുവിൻ നാമം. എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാൻ ചമഞ്ഞോടെ ഓടിക്കാത്തവൻ. യേശുവിൻ നാമം യേശുനാഥൻ നിരന്തരമായി വിശ്വാസോടെ നിരന്തരമായി നിരന്തരമായി വഴി നടത്തും. അവനെന്നെ ശാസിക്കും, അവനെന്നെ രക്ഷിക്കും, തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. അവനെന്നെ ശാസിക്കും, അവനെന്നെ രക്ഷിക്കും, തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. അവനെന്നെ ശാസിക്കും, അവനെന്നെ രക്ഷിക്കും, തൻ കോടിക്കീഴിൽ എന്നെ ശാസിക്കും, അവനെന്നെ രക്ഷിക്കും, തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നിത്യം. യേശുവിൻ നാമം, എന്റെ യേശുവിൻ നാമം, നമ്മുടെ കർത്താവിന്റെ നാമം. യേശു എന്റെ സമാധാനമില്ലാതെ നാടുകളിൽ ഞാൻ അറിഞ്ഞു. യേശു സമാധാനമായ എന്റെ അരികിൽ വന്നവൻ. അവനെന്നെ അണച്ച്, അവനെന്നെ താങ്ങിയവൻ. പൂജാബലം ഇന്നും നടത്തുന്നു, ഇന്നും നടന്നും. അവനെന്നെ അണച്ച്, അവനെന്റെ അരികിൽ വന്നു. ഞാനവന്റെ അരികിൽ പോയതല്ല. അവനെന്നെ അണച്ചു, അവനെന്നെ താങ്ങിയവൻ. പൂജാബലം ആ ശക്തമായ കരങ്ങളിൽ എന്നെ വഹിക്കുന്നു. അണച്ചു, അവനെന്നെ താങ്ങിയവൻ. പൂജാബലത്താൽ നടത്തും അവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം, ജീവിതത്തിലെ
യേശുവിൻ നാമം, യേശുവിൻ നാമം ഉയരണേ. മറ്റെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോടെ. മറ്റെല്ലാ ശക്തികേന്ദ്രങ്ങളും പകരട്ടെ. യേശുവിൻ നാമം എനിക്കത്രയാനന്ദം. ലോകശക്തി വഴിയും ചോദിക്കാം നാം എനിക്കത്രയാനന്ദം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും നാമം എനിക്കത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും നാമം എനിക്കത്രയാനന്ദം. എന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും നാമം എനിക്കത്രയാനന്ദം. സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കത്രയാനന്ദം. ആരാധിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. സന്തോഷമുള്ള എത്ര ദൈവമക്കളുണ്ട്. സ്തോത്രം. ഇതുപോലെയല്ല ആരാധന, അന്നത്തെ ആരാധന സ്വർഗീയ ആരാധന. സ്തോത്രം. യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു ദിവസം വരാൻ പോവുക. ലോകത്തിലൊന്നും കിട്ടിയില്ലെങ്കിലും, ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും ഇത് നേടണം കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവന്റെ പുസ്തകം തുറപ്പാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Who are we worshiping? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പുസ്തക ചുരുൾ തുറക്കാൻ യോഗ്യനായ അവനെ തന്നെയാണ് ആരാധിക്കുന്നത്. ജീവന്റെ പുസ്തകം അവന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. ജീവന്റെ മരണത്തിന് താക്കോൽ ഉള്ളവനെ ആരാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നത് ആരെയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. പലരുടെയും പേര് പുസ്തകത്തിനകത്തില്ല, പക്ഷേ നമ്മുടെ പേര് പുസ്തകത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. എത്ര നാൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നിത്യതയിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. സഭാ രജിസ്റ്റർ ഇല്ലെങ്കിലും, പഞ്ചായത്തിന്റെ രജിസ്റ്റർ ഇല്ലെങ്കിലും, മറ്റൊരു പുസ്തകത്തിനകത്ത് എൻ്റെ പേരില്ലെങ്കിലും, കുടുംബത്തിനകത്ത് എൻ്റെ പേരില്ലെങ്കിലും, അവൻ ജീവന്റെ പുസ്തകത്തിനകത്ത് പേര് വേണം. സ്തോത്രം, സ്തോത്രം. മറ്റെവിടെയെല്ലാം പേര് കിട്ടിയിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. TV പേര് വന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. യൂട്യൂബിൽ പേര് വന്നിട്ട് കാര്യമില്ല. ഞങ്ങളൊന്നും ചെയ്തിട്ട് ഞങ്ങൾ ഒരു നല്ല പ്രവൃത്തി, no good works can take you to the heaven. ഹല്ലേലൂയ. യേശുവിന്റെ കാൽവരി ക്രൂശിന്റെ പ്രവൃത്തിക്ക് മാത്രമേ ഒരുവനെ നിത്യതയിൽ എത്തിക്കാൻ കഴിയത്തുള്ളൂ. അവൻ അവിടെ ആയിരിക്കാൻ കഥാവ് ഇടയാക്കുകയുള്ളൂ എന്ന് തിരുവചനം പറയുമ്പോൾ അവര് ദൂതന്മാർ ആരാധിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സകല ജാതികളിലും വെളിപ്പാട് പുസ്തകം 7:9 പറയുന്നു, ഇതിന്റെ ശേഷം സകല ജാതികളും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളതായ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. I beheld a great multitude which no man could number. All of the nations and kindreds and peoples and tongues stood before the throne and before the Lamb, clothed in white robes and palms in their hands. കണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്താലല്ലാതെ അവനെ കാണുവാൻ സാധിക്കുകയില്ല. സ്തോത്രം. ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ദൈവത്തെ കാണുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മറ്റൊന്നിനും സ്തോത്രം ചെയ്തില്ലെങ്കിലും ഹല്ലേലൂയ, ദൈവത്തെ കാണണമെന്ന് താല്പര്യമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ആർത്തുകൊണ്ടിരുന്നു, അവർ നിർത്തുന്നില്ല. അവർ ആർക്കുകയാണ്. അവർക്ക് ആർക്കാതിരിക്കാൻ കഴിയത്തില്ല. അവിടെ ആരും പറയേണ്ട ആവശ്യമില്ല, ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്. പക്ഷെ ഒരിക്കൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അറിയും യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്. ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് നമ്മളെ എത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിരിക്കുന്നതായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു.
സ്വർഗത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഭൂമിയിലുള്ളത് ഒന്നിനും ഇതിനെ തുല്യം ചെയ്യാൻ കഴിയുന്നു. നത്തിങ് ക്യാൻ ബി കമ്പയർഡ് ടു ദ ഗ്ലോറി വിച്ച് ഈസ് ടു ബി റിവീൽഡ്. അതിന് യോഗ്യത ഞങ്ങൾക്കില്ല കർത്താവേ, ഞങ്ങൾക്ക് യോഗ്യതയില്ല കർത്താവേ, എങ്കിലും ഞങ്ങളെ യോഗ്യനാക്കിനായി സ്തോത്രം. ഹല്ലേലൂയ. അവരവനെ കമണ്ണ് വീണ് ആരാധിക്കുന്നവരെല്ലാവരും ആമേൻ ആമേൻ. They were all the angels who stood about the throne and the elders and the four. Amen. They fell before the throne on the faces and worship God. ദൈവത്തെ ആരാധിക്കുന്നവർ അവന്റെ മുമ്പാകെ വീണ് കിടന്നാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിന് ആരാധന വ്യത്യാസമില്ല. സ്തോത്രം. ഹല്ലേ. നമ്മൾ കസാര ഇരുന്ന് ആരാധിക്കുന്നത്, പക്ഷെ അവിടെ വീണ് കിടന്ന് ആരാധിക്കുന്നത്, വീഴല്ല കമന്ന് വീണ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്ര ആരാധിച്ചാലും, എത്ര നന്ദി പറഞ്ഞാലും, എത്ര സ്തോത്രം പറഞ്ഞാലും തീരത്തില്ലെന്ന്. ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ. സ്വർഗീയ ആരാണ് ഇവരാരാണ്? They are arrayed with white robes and they are coming from where? എവിടുന്നാ വരുന്നത്? അവർ പറയുകയാണ്, യജമാനെ അറിയുന്നില്ലല്ലോ, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ, ഇവർ കഷ്ടത്തിൽ നിന്ന് വന്ന അവർ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചവരാ. ഹല്ലേലൂയ. എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ട് കഷ്ടം അനുഭവിച്ചവരല്ല, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചിരിക്കുന്നവരാ. ഹല്ലേലൂയ. ഒരു അലക്കുകാരനെ വെളുപ്പിക്കാൻ കഴിയാത്തത് ആമേൻ രക്തത്താൽ അവൻ കഴുകി വിശുദ്ധീകരിക്കും. പഴയ നിയമത്തിൽ ആമേൻ രക്തം ആമേൻ പാപത്തെ മറയ്ക്കുമ്പോൾ, പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തം, the blood of Christ sanctifies you completely from all the sins. ഒരു പൊടി പോലും ഇല്ലാതെ, ഒരു പൊട്ടുപോലും ഇല്ലാതെ നമ്മളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു രക്തമുണ്ട്. ഇന്നും സംസാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്വർഗത്തിൽ ഭൂമിയിൽ നിന്ന് പോകാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ആമേൻ അത് രക്തം മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ആമേൻ മറ്റൊന്നിനും ഇവിടുന്ന് കഥാവ് എടുത്തുകൊണ്ട് പോകുന്നില്ല. സ്തോത്രം. എന്നാൽ സ്വന്തം രക്തം. ഹല്ലേലൂയ. പിതാവിന്റെ അടുക്കൽ കർത്താവ് കടന്നു ചെന്നു. That blood speaks for me. ആ രക്തം എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. 2025 വർഷം കഴിഞ്ഞിട്ടും ആ രക്തത്തിന് ഇന്നും ജീവനുണ്ട്. ഹല്ലേലൂയ. Because in eternity nothing can die. ഇന്നും ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരുവനുണ്ട്. ആരും പ്രാർത്ഥിക്കാൻ കൂടെ ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 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 ദൈവ സന്നിധിയിൽ വിടുന്നില്ലാത്ത ഒറ്റ വിഷയം പോലുമില്ല. ആമേൻ. സ്തോത്രം. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ സർവശക്തനായ ദൈവമായി തുടരുന്നു. ഭൂമിയിൽ ആകർഷണ വലയങ്ങളെ ഭേദിച്ച് സ്വർഗത്തിൽ എൻ്റെ മഹത്വത്തിൽ ഇരുത്താൻ കഴിയുന്ന സർവശക്തിനെ ആരാധിക്കുന്നത്. ആ തിരുമുഖത്തേക്ക് നോക്കാം. നാരിക സ്ഥാനങ്ങൾ കഥാവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന കഥാവിനെ ആരാധിക്കാം. മുഴങ്കാലുകൾ മടക്കി നമുക്ക് വേണമെങ്കിൽ ആരാധിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്ന സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവുകളുടെ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ കേട്ടുകൾ പൊടിവ രക്ഷ ദാനമാണ്. ആമേൻ. ജീവൻ തൻ യാഗത്താലേ രക്ഷാദാനമാണ്. അവർ ആർത്തുകൊണ്ടിരുന്നു. ജീവൻ തൻ യാഗത്താലേ ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. യേശുവേ ആരാധ്യ. ഒരുമിച്ച് ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. അവർ പറയുന്ന സ്നേഹം ദാനമാണ്, നിത്യതയോളം നിലനിർത്തുന്നേ. മാറ്റം വരില്ല വാഗ്ദത്തമേ. അവകാശമാം നിത്യതയെ. മാറ്റം വരില്ല, മാറ്റം വരില്ല വാഗ്ദത്തമേ. അവകാശമാം നിത്യതയെ. യേശുവേ ആരാധനേ. ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധനേ.
ഹല്ലേലൂയ. തേജസ്സിന്റെ വസ്ത്രം ഒരിഞ്ഞ് സാധാരണക്കാരനായി കർത്താവിന് ഏതെങ്കിലും സാധാരണ ഭവനത്തിൽ ജനിക്കാമായിരുന്നു. എന്നാൽ ഹി വാസ് വിത്ത് ഗോഡ് ഇൻ ഹിസ് ഗ്ലോറി. എല്ലാ മഹത്വവും വെടിഞ്ഞ് സ്തോത്രം. ജീസസ് കെയിം ഡൗൺ ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിലേക്ക് യേശു വരുമ്പോഴും അവന് മുമ്പിൽ ഒരു സത്രങ്ങളും ഒരു വാതിലും തുറന്നില്ല. അവന് ജനിക്കുവാൻ സ്ഥലം ലോകം കൊടുത്തില്ല. സ്തോത്രം. ആരും സ്ഥലം തന്നില്ലെങ്കിലും സ്തോത്രം, ആമേൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കുവാൻ ദൈവം സർവശക്തനാണ്. വഴികൾ തുറന്നിട്ടില്ലെങ്കിലും വാതിൽ തുറന്നിട്ടില്ലെങ്കിലും വിശ്വാസം വേണം. എൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആയിരിക്കുന്ന സ്ഥാനത്ത് അതിനെ തുറക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. കാലിത്തൊഴുത്തിലല്ല അവൻ ജനിച്ചെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അവൻ വഴിയരികിൽ ജനിച്ച് കാലിത്തൊഴുത്തിൽ വെക്കപ്പെട്ടു. ഹി വാസ് ബോൺ ഇൻ ദ റോഡ് ആൻഡ് ഹി വാസ് പുട്ട് ഇൻടു ദ സ്റ്റേബിൾ. അവിടെ പോലും സ്ഥലമില്ലാതെ ജനിച്ചവൻ നമുക്ക് വേണ്ടി സകലതും വെടിഞ്ഞ് നമുക്ക് വേണ്ടി ഒന്നുമല്ല ായി തീർന്നത്. സ്വർഗീയ ഇടങ്ങൾ എന്നെ ഇരുത്തുവാനാണെന്ന് തിരിച്ചറിയുന്നവര് ഒരിക്കൽ കൂടി ആ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ ആ പാവപ്പെട്ടവനായി തീർന്നത് സ്വർഗീയ ഇടങ്ങളിൽ എന്നെ സമ്പന്നനാക്കുവാനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ സകലതും പൂർത്തീകരിക്കാൻ തരുന്ന ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കൽ കൂടി മഹത്വം കൊടുക്കും. കുഞ്ഞാടേനി ആറുക്കപ്പെട്ടു തിരുരക്തം, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി രാജകീയ പുരോഹിതനാകുവാൻ. രാജാക്കന്മാരും പുരോഹിതന്മാരും കരുണ എടുത്തു ഇന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാവായി. ഇന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധി കർത്താവായി. എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലെ ഭാഗ്യമില്ല, ഇതുപോലെ ആശ്വാസം, ആശ്വാസം എന്റെ താതന്റെ മാർവിടം. അവിടെ സ്വർഗസുഖം വെടിഞ്ഞു. എന്നെ തേടി വന്ന സ്വർഗസുഖങ്ങൾ വിട്ട് he left the heavenly abode. He took off his robe of glory. Oh, thank you, Jesus. സ്വർഗസുഖപീഠം വെടിഞ്ഞു. എല്ലാം വിട്ട് എന്നെ തേടി. He came as a good shepherd. എന്നെ തേടി. ഹല്ലേലൂയ. എന്നെ സൂക്ഷിച്ചു. He kept me. തന്നെത്താൻ ഇന്ന് ആരാധിക്കുമ്പോൾ കാണുന്നു നിന്നെ I saw him. ഉയർന്നും പൊങ്ങി വരിക്കുന്ന ആരാധിക്കുമ്പോൾ ഒന്ന് ഞങ്ങൾ അറിയുന്നു, ഇന്ന് കാണുന്നില്ലെങ്കിലും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ.
തിളച്ച എണ്ണയിലേക്കും യോഹന്നാനെ എടുത്തെറിഞ്ഞെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അപ്പോസ്തലനായ യോഹന്നാനോട് യേശു പറഞ്ഞു, ഇവൻ എന്നെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. മറ്റ് 11 പേരും അവർ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തു. എന്നാൽ യേശു പറഞ്ഞു, ഇവൻ എന്നെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. തിളച്ച എണ്ണയ്ക്കുള്ളിൽ അകപ്പെടുമ്പോൾ ശത്രു പറഞ്ഞു, ഇല്ല, ഇവൻ പുറത്ത് വരത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, വാഗ്ദത്തമുണ്ട്, വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവ് പറ, എൻ്റെ പേരിൽ വാഗ്ദത്തമുണ്ടെങ്കിൽ, എൻ്റെ പേരിൽ വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാതെ സ്തോത്രം ദൈവം അടങ്ങിയിരിക്കത്തില്ല. തിളച്ച എണ്ണയ്ക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുമ്പഴികൾക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. തീക്കനെ കാമേൻ എന്തറിയുവാൻ ഇടയാകത്തില്ല. അതിൻ്റെ ഉള്ളിലും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പത്മോസിൽ ആരുമില്ലാതിരുന്നപ്പോഴും ഏകാന്തനായിരിക്കുമ്പോഴും ആരോ തൊട്ട് അവനെ പുറകിൽ നിന്ന് തൊട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ടവന്റെ വാഗ്ദത്തം പുറകിൽ നിൽക്കുന്നത്. സ്തോത്രം. യേശുവിന്റെ മഹത്വം യോഹന്നാൻ കാണുകയാണ്. സ്തോത്രം. ഒരു വിഷയം ഒരിക്കലും ഒരു കഥാവിന് മഹത്വം കൊടുക്കാം. ആ കഥാവ് മഹത്വത്തെ നമുക്ക് വേണ്ടി വന്നത്. He is coming in his glory. അവൻ താഴ്മയില വന്നത്, but he is coming again in his great glory. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം പൗലോസ് കണ്ടു. യേശുവിന്റെ അവന്റെ നടുവിലാണ്. ജീസസ് കം ഇൻ ദ സെന്റർ. ഹൃദയത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് മധ്യത്തിൽ, തീക്കത്തിയുടെ മധ്യത്തിൽ, ദൂതന്മാരുടെ മധ്യത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടവനെ കണ്ട് യേശു പറഞ്ഞു, I am the beginning, I am your finisher. Yes. സ്തുതികൾക്കും ഒരുവൻ മാത്രമേ യോഗ്യതയുള്ളൂ, മനുഷ്യനായി പിറന്നവനിൽ. Only one is worthy. Hallelujah. Worship him in the beauty of his holiness. All that we need is your presence, Lord. All that we need. ഭാരം യേശുവിൻ്റെ നാമത്തിൽ മാറുന്നതായി ഒരു ഭാരത്തോടെ വന്നു. പക്ഷെ ആ ഭാരം ഒഴിഞ്ഞ് എന്ന് കർത്താവ് മടങ്ങിയ വി താങ്ക് യു ജീസസ്, വി താങ്ക് യു ലോർഡ്. ശാരീരികമായിട്ട് അനുഭവിക്കുന്ന വേദനകളുണ്ടെങ്കിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ തൊടും. നമ്മൾ തൊട്ടിട്ട് കാര്യമില്ല. യേശു തൊട്ടാ വിടുതലാ, യേശു തൊട്ടാ സൗഖ്യമാ. ഇന്ന് ഭയം കർത്താവിൻ്റെ നാമത്തിൽ മാറും.
യേശുവിൻ്റെ നാമത്തിൽ ആങ്സൈറ്റിയുടെ സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ മാട്ടെ. In the name of Jesus Christ, for touching us. ഇന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്തോത്ര വിശ്വാസമായ കർത്താവേ, ഇന്ന് എന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. രോഗമുള്ളിടത്ത് തൊട്ടിട്ട് വേണം. എൻ്റെ യേശുവിൻ്റെ അടിപ്പിന് സൗഖ്യമുണ്ട്. 2025 ഡിസംബർ മാസം 21-ാം 22-ാം തീയതിയും ഇന്നും സൗഖ്യമുണ്ട്. സ്തോത്രം. ഇന്നും കർത്താവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. Yes, we receive your healing, Lord. We receive your deliverance, Lord. We receive your freedom, Lord Jesus. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ആ വിഷയത്തിന് കർത്താവ് മറുപടി അയച്ചിരിക്കുന്നതായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞാൽ ജസ്റ്റ് താങ്ക് യു ലോർഡ്. കിട്ടിയിട്ടില്ലെങ്കിൽ വിശ്വാസമായ കർത്താവേ നന്ദി. ഐ റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വാസം ഞാൻ ഏറ്റെടുക്കുന്നു. വിശ്വാസം കണ്ടുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു പറയും നടക്കത്തില്ലെന്ന്, പക്ഷേ തിരുവചനം പറയുന്നു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ലഭിച്ചു എന്ന വിശ്വാസം, ലഭിച്ചു എന്ന വിശ്വാസത്തോടെ, ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം അതിൽ പ്രസാദിക്കും. ദൈവം ചെയ്യുമായിരിക്കും. ആമേൻ. ചിലപ്പോൾ ചെയ്തേക്കാം എന്നല്ല, എൻ്റെ ദൈവം അത് ചെയ്യും. എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. എൻ്റെ ദൈവം വിഷയത്തിന് മേൽ കരമിറക്കും. എൻ്റെ ദൈവം അതിൻ്റെ മേൽ നടന്നു വരും. ഈ ദിവസങ്ങളിൽ സമുദ്രത്തിന് മധ്യയും നടന്നു വരുന്ന സർവശക്തനെയാണ് ആരാധിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുള്ളതിനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് താഴ്മയായിട്ടിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ മധ്യയെ കർത്താവ് കൂട്ടിവരുത്തിയ പ്രിയ വക്കച്ചൻ പ്രിയപ്രദനെ ഓർത്ത് സ്തുതിക്കുന്നു. ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്തോത്രം. മോളെ രണ്ട് മക്കളെയും കർത്താവ് കൂട്ടിവരുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോഴും കർത്താവ് ചെയ്ത നന്മകളെ നമുക്കിന്ന് പറയുവാനായിട്ട് സമയമുണ്ട്. ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ സമയത്തെ വേർതിരിക്കുന്നു. പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം ദൈവം എനിക്കൊരു അത്ഭുതം ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഹൗസ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു മല പോലെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന് ഒരുപാട് തടസ്സമായിട്ട് പലരും നമ്മൾ കാണുന്നില്ലെങ്കിലും അതിനൊരുപാട് ശത്രുത കാണിച്ച് അവിടെ വെള്ളമില്ല, പാറയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ തിങ്കളാഴ്ച അവിടെ അടിക്കാനായിട്ട് ജനം വന്നു. അവിടെ സ്ഥാനം കണ്ടവരോട് പറഞ്ഞു ഒരു 300-400 അടിക്കും ഇടയ്ക്ക് വെള്ളം കാണും, ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവർ വന്നു, ഇത് അടിച്ചു തുടങ്ങി. 300ആയി, 350ആയി, 400ആയി, വെള്ളമില്ല. അപ്പോൾ എനിക്കൊരു പാർട്ട്ണറുണ്ട്, എൻ്റെ അനിയൻ തന്നെയാണ്. അപ്പോൾ പുള്ളിക്ക് ഇതുപോലെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതാണ്. പലതായി 450ഒക്കെ ആയപ്പം എനിക്കൊരു വല്ലായ്മ ഇതായി തോന്നി. ദൈവം തരാമെന്ന് പറഞ്ഞതാണല്ലോ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ പ്രാർത്ഥിച്ചു, പാറയിൽ വെള്ളമില്ല, എന്നാൽ ദൈവം ആജ്ഞാപിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വെള്ളം പുറപ്പെട്ടു എന്ന്. ഇതൊക്കെ ഈ സാക്ഷ്യങ്ങൾ എന്താണ്? ഇത് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ ഒട്ടും പറ്റാതെ അവസ്ഥയാവുമല്ലോ എന്ന് വളരെ പ്രയാസപ്പെട്ട് ഞാൻ അപ്പുറത്തെ ഒരു റബ്ബർ തോട്ടത്തിലോട്ട് കയറി അങ്ങ് ശരിക്കും കരഞ്ഞു കാറി, ദൈവമേ വിടുവിച്ചേ പറ്റത്തുള്ളൂന്ന്. 500 അടിയായപ്പോൾ അവർ അതിനു മുമ്പ് ചോദിച്ചു ഇതിനി കണ്ടിന്യൂ ചെയ്യണോ? ഞങ്ങൾ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. 500 ആയപ്പോഴത്തേന് കുറച്ച് വെള്ളം വന്നു. പിന്നെ ഒരു കൺട്രോൾ ഇല്ലാത്ത വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ ആയിരുന്നു. ഇതുപോലെ ഒരു വെള്ളം ആ ഭാഗത്ത് കിട്ടിയതായിട്ട് അറിവില്ല. അപ്പം ഞാൻ തിരക്കിയപ്പോൾ അത് സഫീഷ്യൻ്റായിട്ട് എത്ര വീടുകൾ വന്നാലും കൊടുക്കാനുള്ള വെള്ളം തന്നു. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ദാനമാണ്, ഒരു അത്ഭുത പ്രവൃത്തിയാണ്. നമ്മൾ കിണറുകൾ കുഴിക്കാം, പക്ഷേ വെള്ളം ദൈവം തന്നില്ലെങ്കിൽ ഇല്ല. പ്രത്യേകിച്ചും ഇതൊരു ബിസിനസ്സിൻ്റെ ഒരു ഇതായതുകൊണ്ട് അത് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം പ്രൈസ് ഗോഡ്, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഓർക്കണം. താങ്ക് യു. ഒരു സാക്ഷ്യമാണ് നമുക്കത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2025
കടന്നു വിട്ടു പോവുകയാണല്ലോ. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അത്ഭുതം വണ്ണം ഞങ്ങളെ കുടുംബമായിട്ട് വഴി നടത്തിയതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ആരോഗ്യപരമായും പല ചലഞ്ചസും ഈ 2025 ഞങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ ഉണ്ടായി. എന്നാൽ അവിടെയൊക്കെയും ദൈവം, നീതിമാനായ ദൈവം, കരുണാമയനായ ദൈവം ഞങ്ങളെ വഴി നടത്തിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു എല്ലാ കുടുംബത്തോടെ നാട്ടിൽ വരുവാനും ഈ സഭയിൽ വരുവാനും ദൈവമിടയാക്കിയല്ലോ. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. 2026 പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവഹിതമെങ്കിൽ ആ വർഷത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബമായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ ചാലഞ്ചസ് ടൈംസിൽ എനിക്കൊരു വാക്യം ദൈവം തന്നിരിക്കുന്ന ദോസ് ഹു വീപ്പ് വിൽ റീപ്പ് ഇൻ ജോയ്. മലയാളത്തിൽ കണ്ണീരോടെ വിതയ്ക്കുമ്പോഴും ആർപ്പോടെ കൊയ്യും എന്നുള്ള ഒരു വാക്യമാണ്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഒരു നാൾ ദൈവം ഒരു ആർപ്പോടെ കൊയ്യും എന്നുള്ള ഒരു വചനം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. ഈ അവസരത്തിനായി ദൈവത്തിന് ഒരിക്കൽ നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്ന പ്രിയ എബി ബ്രദർ പറഞ്ഞ പോലെ കർത്താവ് ഇസ്ഹാക്ക് കുഴിച്ച കിണർ ഫിലിസ്തീയർ മൂടിക്കളഞ്ഞെങ്കിലും അതിനെ പുതിയൊന്ന് തുറന്ന് നിലയ്ക്കാതെ വണ്ണം കൊടുത്ത ദൈവം ഇന്ന് വീണ്ടും പ്രവർത്തിച്ചതിനെ ഓർത്ത്, ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതെല്ലാം കർത്താവിനെ നാമമഹത്വത്തിനാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബക്കച്ചൻ ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. 3 മക്കളെയും പ്രിയദാസിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കൊടുത്തിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം തക്ക സമയത്ത് പൂർത്തീകരിക്കാൻ പോകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് തുടർന്നുള്ള ദൈവവചനത്തെ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചകളിലേക്ക് ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ ഒരു വർഷം മുഴുവൻ നടത്തിയതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നാളെ മുതൽ ഒരു 7 ദിവസം ഉപവാസത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നുവല്ലോ. ആ ഉപവാസം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ എടുക്കുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. ഒരു ഉപവാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ചടങ്ങ് അല്ലെങ്കിൽ എന്തിനാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നവരുണ്ട്. എങ്കിലും ഉപവാസത്തിൻ്റെ സമയങ്ങൾ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാമെങ്കിലും ഈ ദിവസങ്ങളിലും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവ് കാണിച്ചത് ഒരു നല്ല മാതൃകയാണല്ലോ. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 58-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. യെശയ്യാ ചാപ്റ്റർ 58 ആൻഡ് വേഴ്സ് 3. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതമനം ചെയ്യുന്നത് നീ അറിയാതിരിക്കേണ്ടത് എന്ത്? ദൈവസന്നിധിയിൽ മലയാളത്തിൽ നോമ്പ് നോൽക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫാസ്റ്റിംഗ് എന്നാണ്. അത് ഉപവാസമാണ് അതിൻ്റെ ശരിയായ വാക്യം. അവിടെ അവർ ഉപവസിക്കുന്നുണ്ട്, പക്ഷേ ദൈവം ആ ഉപവാസത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നില്ല.
അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ വർഷത്തിൽ പല സമയങ്ങൾ ഉപവസിക്കുന്നു, പക്ഷേ ഒരു റിസൾട്ടില്ല. ഇന്നും പലയിടത്തും നോക്കിയാലും ഇപ്പോൾ നോക്കിയാൽ മിക്കവാറും ഉപവാസ പ്രാർത്ഥനകൾ, ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ നമുക്ക് എല്ലായിടത്തും കാണാം. പ്രത്യേകിച്ച് കത്തോലിക്കർ അല്ലെങ്കിൽ പാരമ്പര്യ സഭകൾ നോമ്പ്, അവർക്കാണുള്ള നോമ്പുള്ളത്. അവർ 25 ദിവസം നോയമ്പിലായിരിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ പോയാൽ നമുക്കറിയാം, അവിടെ ഉപവാസം അവരെടുക്കാറുണ്ട്, ഹിന്ദുസ് അവരെടുക്കാറുണ്ട്, അങ്ങനെ പലരും ഉപവാസം എടുക്കാറുണ്ട്. പക്ഷേ ദൈവമക്കളുടെ ഉപവാസവും പ്രാർത്ഥനയ്ക്കും അതിൽ നിന്നും വ്യത്യസ്തമാണ്. അത് മറ്റൊരു ഉപവാസത്തിനും ചെയ്യുവാൻ കഴിയാത്ത, മറ്റൊരു പ്രാർത്ഥനയ്ക്കും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ ആ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും സാധിക്കും. അതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ ഒബിസിറ്റി എന്നാണ് പറയുന്നത്. ഇന്ന് പല ആൾക്കാരും ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് മരിക്കുക. സ്തോത്രം. ഇന്ന് വരെ കൂടുതൽ പട്ടിണി കിടന്ന് മരിക്കുന്നത് കുറവാണ്. ഹല്ലേലൂയ. പക്ഷേ ഉപവാസം എടുത്ത് മരിച്ചതായിട്ട് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ കേട്ടിട്ടില്ല. ഉപവാസം എടുത്തിട്ട് ആൾ ഇല്ലാതായിപ്പോയെന്ന്. സ്തോത്രം. അങ്ങനെ ഒരു ചരിത്രമില്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലുള്ള ഉപവാസമാണെങ്കിൽ അതിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട്. സ്തോത്രം. പക്ഷെ നമുക്ക് ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മെഡിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും ഉപവാസം എടുക്കണമെന്ന് അല്ല ഞാൻ പറയുന്നില്ല. ഉപവാസം നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ നിയോഗത്തിൽ എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു പാരമ്പര്യമല്ല, അല്ലെങ്കിൽ ഒരു റിച്വലല്ല. അത് ദൈവം എന്തെങ്കിലും എന്നോട് ചെയ്യുമെന്ന് പേടിച്ച് ചെയ്യുന്നതല്ല. ചിലർ പറയും, ഇന്ന് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാനിന്ന് ഉപവാസമായി പ്രഖ്യാപിക്കുകയാണ്. അത് ഉപവാസമല്ല. സ്തോത്രം. നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയല്ല ഉപവസിക്കുന്നത്. സ്തോത്രം. പക്ഷെ ഉപവാസം നമ്മുടെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഉപവാസിക്കുക, നമുക്കറിയാം, കർത്താവിനോട് ചേർന്നിരിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക. ചിലർ പറയാറുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നില്ല. ആമേൻ. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് ഫുൾ ഡേ നമുക്ക് ദൈവസാന്നിധ്യം ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഉപവസിക്കുകയും നമുക്ക് ദൈവം അനുവദിക്കുന്ന തലങ്ങളിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാനും തയ്യാറാണെങ്കിൽ ദൈവം ഒരു കൃപ വരും. ഇതൊരു നമ്മുടെ പ്രവൃത്തിയൊന്നും അല്ല, ഇതൊരു കൃപയാണ്. സ്തോത്രം. നമ്മുടെ അവസ്ഥകളെ ദൈവം വ്യക്തമായി അറിയുന്നുണ്ട്. മുമ്പ് ഞാൻ ഒരുപാട് ഉപവസിക്കുമായിരുന്നു, ഇപ്പോഴും ഇതിനേക്കാളും കൂടുതൽ. അപ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചിലർക്ക് പേടിയാണ്. കാരണം പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയും ഉപവസിക്കാൻ പറയും. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ ആത്മാവ് ലഭിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉപവസിക്കണം. അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ആയിരുന്നപ്പം ഈ അവധിയൊക്കെ വരുമ്പം പിള്ളേർക്കൊക്കെ പേടിയാണ്. കാരണം മിക്കവാറും ഉപവാസം പ്രഖ്യാപിക്കാൻ ചാൻസ് ഉണ്ട്, അവർക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണം. അപ്പോൾ നമ്മൾ ഉപവാസം എന്ന് പറഞ്ഞാൽ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഉപവാസം ഒരു ഉത്സവമാണ്. സ്തോത്രം. ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഉപവാസം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൈവദാസൻ പറഞ്ഞതനുസരിച്ച് ഞാനത് പെട്ടെന്ന് പറയാം, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഡിസ്കണക്റ്റിംഗ് ഫ്രം ദ ഫ്ലഷ്, ഉപവാസം നമ്മുടെ ജഡത്തിൽ നമ്മൾ വേർപെട്ട് മാറി ദൈവത്തോട് കൂടുതൽ കണക്റ്റ് ചെയ്യുന്നതാണ് ഉപവാസം. ആൻഡ് ഡിസ്കണക്റ്റിംഗ് ഫ്രം ദ വേൾഡിനെസ്, നമ്മൾ ഈ ലോക സ്നേഹത്തിൽ നിന്നൊക്കെ വിട്ട് ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതാണ് ഉപവാസം. ഇറ്റ് ഈസ് വിൽഫുൾ അബ്സ്റ്റെയിനിങ് ഫ്രം നാച്ചുറൽ പ്ലഷേഴ്സ് ഫോർ എ സ്പിരിച്വൽ പേർപ്പസ്. നമ്മൾ തന്നെ ആരും നിർബന്ധിച്ചിട്ടുള്ള, ആമേൻ, അടുത്തിരിക്കുന്ന പാസ്റ്റർ പറഞ്ഞിട്ടല്ല, ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല,
നമ്മൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന കാര്യമാണ്. ഫ്രം ദ നാച്ചുറൽ പ്രഷേഴ്സ് ആൻഡ് ഫോർ എ സ്പിരിച്വൽ പേർപ്പസ് ആൻഡ് ഫ്രം കാർണൽ ലൈഫ് ടു എക്സ്പീരിയൻസിങ് എ സ്പിരിറ്റ് കൺട്രോൾ ലൈഫ്. പരിശുദ്ധ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് ഉപവാസം. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം പരിശുദ്ധാത്മാവിനാൽ ഉള്ള നടത്തിപ്പാണ്. അത് ഉപവാസത്തിലൂടെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല ആഗ്രഹം ഈ 2026 നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണമേ. ദൈവശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണമേ. മനുഷ്യ ശബ്ദം കേട്ട് ഞാൻ മടുത്തു. എൻ്റെ ശബ്ദം ഞാൻ കേട്ട് മടുത്തു. എനിക്കൊരു ദൈവശബ്ദം കേൾക്കണം. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആലോചനകൾ എനിക്ക് ലഭിക്കണം. സ്തോത്രം. മുടങ്ങിക്കിടക്കുന്ന ചില ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ 2026 നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. ചില ശക്തി കേന്ദ്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ചിലതല്ല സകല ശക്തി കേന്ദ്രവും യേശുവിൻ്റെ നാമത്തിൽ തകരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വാസം വേണം. ചിലതിന് ഈ ദിവസങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കുന്ന നാളുകളുണ്ട്. ഈ ദിവസം ഞങ്ങൾ അങ്ങനെ തകർക്കുന്ന നാളുകളുണ്ട്. ഈ ദിവസങ്ങൾ ചില ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ കാലുകുത്തുന്ന നിമിഷങ്ങൾ ഉള്ളതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവിടെ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2:14 പറയുന്നുണ്ട്. നമുക്ക് വചനമുണ്ടെങ്കിൽ എടുത്ത് വായിക്കാം. മാർക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടിയവർക്ക് വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം അവിടെ മുഴുവൻ ഉപവാസത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെട്ടത് തുള്ളൻ, വെട്ടുകിളി, പച്ചപ്പുഴു, കമ്പിളി തിന്നു കളഞ്ഞ സംവത്സരങ്ങൾ ഞാൻ നിങ്ങൾക്ക് മടക്കി തരുമെന്ന് ദൈവം പറയുമ്പോൾ അത് ഒരു ഉപവാസ പ്രഖ്യാപനത്തിൻ്റെ അവസാനത്തിൽ, ഉപവാസത്തിൻ്റെ അവസാനത്തിൽ ദൈവം നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 2:14 നമുക്ക് കിട്ടിയെങ്കിൽ വായിക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാഗവും പാനീയാഗങ്ങളും ഒരു അനുഗ്രഹം വച്ചേക്കില്ലയോ? ആർക്കറിയാം. സ്തോത്രം. അപ്പോൾ ആർക്കറിയാം? അപ്പോൾ മറ്റൊരു വേദി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ 2:14 പറയുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഇതാർക്കറിയാമെന്ന് ചോദിക്കുന്നത് ഒരു അനുഗ്രഹം കർത്താവ് വെച്ചേക്കില്ലോ എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ജനം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കാനും തയ്യാറാകാതിരിക്കുന്ന ചിലരോട് ദൈവം അവിടെ യോവേൽ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ഒരു ഉപവാസത്തിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കുക. സ്തോത്രം. പലരും അതിനെ എതിർക്കുന്നവരുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്തോത്രം. ആർക്കറിയാം? സ്തോത്രം. ദൈവം പ്രവർത്തിക്കുമെന്ന്. ആമേൻ. ട്രൈ ചെയ്ത് നോക്കുമ്പം അറിയാം ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. ആർക്കറിയാം? സ്തോത്രം. ദൈവത്തിനറിയാം. നമ്മുടെ ജീവിതത്തിൽ പലരുടെയും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ വിടുവിക്കപ്പെടാത്ത മണ്ഡലങ്ങൾ, ശത്രുവിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തകർന്ന് മാറുന്നത് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞ നാളുകൾ ഇടയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്ത് കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സ്തോത്രം ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് ആ കൃപയൊന്ന് പകരണമേ. ഹല്ലേലൂയ. ചില ഈ ദിവസങ്ങളിലും ജഡത്തിലെ ചില ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ശരീരത്തിന് മേൽ വെളിപ്പെടുവാൻ, എൻ്റെ ജീവിതത്തിന് വെളിപ്പെടുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരം കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനെ ചെയ്യും. അപ്പോൾ യോവേൽ പ്രവാചക പുസ്തകം 2:12 അവിടെ തൊട്ടു മുമ്പ് പറയുകയാണ്, എന്നാൽ ഇപ്പോഴെങ്കിലും, അല്ലേ, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന യഹോവയുടെ അരുളപ്പാട്. അവരോട് പറയും, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവസിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരിവിൻ. അപ്പൊ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നതാണ് ഉപവാസം. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ 14-ാം വാക്യം പറയുകയാണ്, who knows that he will return to you. നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം നമ്മളിലേക്ക് തിരിഞ്ഞു വരും.
ദൈവത്തിലേക്ക് നമ്മൾ തിരിയുന്നതെങ്കിൽ ദൈവത്തെ നമ്മുടെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല. ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്ത് വരുന്നവനെങ്കിൽ അടുക്കിലേക്ക് ഓടി വരുന്ന ഒരു നല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു ചുവട് നമ്മൾ എടുക്കുമ്പോൾ 10 ചുവട് നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു സർവശക്തനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിൻ്റെ നമ്മൾ വിചാരിച്ചേക്കാം ഭക്ഷണം വെടിയുന്നത് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമാണോ എന്ന് ചിന്തിച്ചേക്കാം. നമ്മൾ പലർക്കും അത് ചെയ്യാൻ ആയിരിക്കുന്ന അവസ്ഥകളില്ലാത്തവർ അവർക്ക് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം അറിയുവാൻ വേണ്ടി അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അതിൻ്റെ പിന്നിൽ മറഞ്ഞു കിടക്കുന്ന മർമ്മം, അതിൻ്റെ പിന്നിൽ മറഞ്ഞു കിടക്കുന്ന ദൈവപ്രവൃത്തി, ആമേൻ, അതിനെ മറച്ചിട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലത്തിൻ്റെ ആമേൻ സ്തോത്രം, ആ മണ്ഡലം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാനവരാശിയുടെ വീഴ്ചയ്ക്ക് കാരണമായത് എന്തെങ്കിലും വലിയ പാപം ചെയ്തിട്ടല്ല. ഹല്ലേലൂയ. മാനവരാശി, മനുഷ്യൻ ഭൂമിയിൽ വീണു പോയതിന് കാരണം ഭക്ഷണമാണ്. ഹല്ലേലൂയ. കാരണം ജനസിസ് അതിൻ്റെ 3:3 ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നല്ലത്, ഒന്ന് തിന്മാൻ നല്ലത്. അപ്പോൾ അവരുടെ സെൽഫ് കൺട്രോൾ പോവുകയാണ്. കാൺമാൻ ഭംഗിയുള്ളത്, 3 ജ്ഞാനം പ്രാപിപ്പാൻ അതേ കാര്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നു. സ്തോത്രം. ഭക്ഷണം കഴിച്ചോടെ അതിന് ആത്മീയാർത്ഥങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ വീഴ്ച വന്നത് അതുകൊണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക കൺട്രോൾ, ദൈവത്തിൻ്റെ നിയന്ത്രണം, ദൈവവുമായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു കാരണം ഇവർ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ചു തിന്നത് കൊണ്ടാണ്. അപ്പോൾ 1 യോഹന്നാൻ 2:16 ഇവർ ഏദൻ പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിൻ്റെ കാരണം അവർ വൃക്ഷത്തിൽ നിന്നും ഫലം പറിച്ചു തിന്നത് കൊണ്ടാണ് ഏദൻ പർദീസയിൽ നിന്ന് പുറത്തു പോയത്. പക്ഷേ ഏദൻ പർദീസയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ 2-ാം ആദാമായി കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമ്പോൾ, ആമേൻ, അവിടെ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നത് ഇതേ കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ 1 യോഹന്നാൻ 2:16 വായിക്കാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അപ്പോൾ നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. യേശുക്രിസ്തു ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയായി യോർദാനിൽ നിന്ന് മുങ്ങിപ്പൊങ്ങി സ്നാനമേറ്റ് തിരികെ വരുമ്പോൾ ദൈവം ആദ്യം പറഞ്ഞത്, യേശുക്രിസ്തുവിനോട് പറഞ്ഞത്, യേശുവിനോട് പറഞ്ഞത് ഉപവസിക്കാനാണ് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ 40 ദിവസത്തോളം ഒരുപക്ഷെ കുടിച്ചിരിക്കാം, ഭക്ഷണമില്ലാതെ കർത്താവായ യേശുക്രിസ്തു ഉപവസിക്കുമ്പോൾ, സ്തോത്രം, ഏദൻ പർദീസയിൽ ആമേൻ 3 കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവായ യേശുക്രിസ്തു തിരികെ കൊണ്ടിരിക്കുകയാണ്. അതെ, 3 കാര്യങ്ങളിൽ അവിടെ കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവാസം കഴിയുമ്പോൾ അവിടെ ആദ്യം നമുക്കറിയാം കല്ല് അപ്പമായി തീരുവാൻ, കല്ലിനെ അപ്പമാക്കി മാറ്റുവാൻ കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് കല്ല് അപ്പമാക്കുവാൻ റെഡിയാകുന്നില്ല. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ ആ ഏദൻ പർദീസയിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം മുഖാന്തരം ദൈവജനം വീണുപോയപ്പോൾ അതിനെ മടക്കിക്കൊണ്ടിരുവാൻ കർത്താവായ യേശുക്രിസ്തു പരീക്ഷകൻ അടുത്ത് വന്ന് ആമേൻ അവനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ അവിടെ ഉപവസിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത്. ആ പരീക്ഷണത്തിൽ കർത്താവായ യേശുക്രിസ്തു ആമേൻ തോറ്റുപോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഹോളിനകത്ത് ഇരുന്ന് ആരാധിക്കാൻ നമുക്ക് സാധിക്കുകയില്ലായിരുന്നു. സ്തോത്രം. 3 പരീക്ഷണങ്ങളായിരുന്നു. കൺമോഹം, അത് കണ്ട് തിന്മാൻ നല്ലതാണെന്ന് തോന്നി. അവിടെ പറഞ്ഞു, ഈ അപ്പം
നീ കല്ലിനെ അപ്പമാക്കി മാറ്റി നീ അത് ഭക്ഷിക്കാൻ പറയുമ്പോൾ അത് ജഡമോഹമായ കർത്താവ് ജഡത്തിൻ്റെ മോഹത്തിൽ നിന്നും ജയമെടുത്തു. ദൈവഹിതമല്ലാതെ കർത്താവ് അതിനെ ഭൂമിയിലല്ല ഒരു മനുഷ്യൻ ഭക്ഷണത്തിലല്ല ആശ്രയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ഒരു വ്യക്തി ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ 3 തലങ്ങളിൽ കർത്താവ് ജയമെടുത്തു. 1 ഈസ് അതർ കോൺഫിഡൻസ്, 2 അണ്ടർ കോൺഫിഡൻസ്, 3 അവിടെ പറയും ഓവർ കോൺഫിഡൻസ്. 3 കോൺഫിഡൻസിൽ നിന്നും കർത്താവ് ജയമെടുത്തു. ജഡത്തിൻ്റെ കോൺഫിഡൻസ് അല്ല, പരിശുദ്ധാത്മാവുള്ള കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുന്നത് അതേ ഉപവാസത്തിലൂടെയാണ്. അതർ കോൺഫിഡൻസ് അതെങ്കിൽ ജഡത്തിലുള്ള കോൺഫിഡൻസ് ആണ് ലാസ്റ്റ് ഓഫ് ദി അതെങ്കിൽ നമുക്ക് ഭൂമിയിലുള്ള ലോകപരമായിട്ടുള്ള കാര്യം അത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന് ചിന്തിച്ച് കണ്ട് അത് ഭക്ഷിപ്പാൻ താല്പര്യം തോന്നിയപ്പോൾ ആണ് അവരിതിനെ ഭക്ഷിച്ചെങ്കിൽ യേശുവിനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് ലോകം മുഴുവൻ ഉള്ള എല്ലാ സൗഭാഗ്യങ്ങളും കാണിച്ച് സകല മഹത്വവും കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി. നമുക്കറിയാം, അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷേ ദാറ്റ് വാസ് ആൻ അതർ കോൺഫിഡൻസ്. മറ്റൊരു കാര്യം, നീ കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞപ്പോഴും ഇറ്റ് വാസ് അണ്ടർ കോൺഫിഡൻസ്. 3 ഇറ്റ് വാസ് ഓവർ കോൺഫിഡൻസ്. മലയിൽ നിന്ന് എടുത്ത് ചാട്, നിന്നെ ദൂതന്മാർ കരങ്ങളിൽ വഹിച്ചുകൊള്ളുമെന്ന് പറയുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, അതിനെ ജയിപ്പാൻ തക്കവണ്ണം ഇടയായതിന് കാരണം നമുക്ക് വരുന്ന പ്രലോഭനങ്ങളെ, നമുക്കെതിരെ വാദിക്കുന്ന വൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാനുള്ള ദൈവശക്തി, ഒരു ദൈവകൃപ നമ്മുടെ മേൽ പ്രാപിക്കണമെങ്കിൽ പലപ്പോഴും നമുക്ക് ഉപവാസം അത് ആവശ്യമായി തീരുകയാണ്. ഹല്ലേലൂയ. കൊണ്ട് നമുക്കത് ഉപവസിക്കുന്ന സഭകൾ, പ്രാർത്ഥിക്കുന്ന സഭകൾ, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. സ്തോത്രം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഉപവാസമാണെങ്കിൽ അത് ഫലമുള്ളതായി മാറും. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഇടയാകും. കേവലം ചടങ്ങുകളായിരിക്കുന്ന ഉപവാസങ്ങളല്ല. ഇന്ന് പല ഉപവാസങ്ങളും ചടങ്ങുകളായി മാറുകയാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലുള്ള ഒരു ഉപവാസമായിട്ട് ഈ ദിവസങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ 2025 ഉപവാസം ഒരിക്കലും വ്യർത്ഥമായി തീരത്തില്ല. സ്തോത്രം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വീണു പോകുവാനുള്ള മറ്റൊരു കാര്യം, അവർ ഭക്ഷണമായിരുന്നു. അവർക്ക് മന്ന കൊടുത്തു. മന്നായ കണ്ടപ്പോൾ അവർ പറഞ്ഞു, വാട്ട് ഈസ് ദിസ്? അല്ലേ, മന്നയുടെ അർത്ഥം വാട്ട് ഈസ് ദിസ് എന്നാണ്. മന്ന കഴിപ്പാൻ അതൊന്നും നല്ല ഭക്ഷിച്ചപ്പോൾ ഇതുപോലെ സ്വർഗീയ ദൂതന്മാർ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് മന്ന. അവർ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ടേസ്റ്റുള്ള സാധനമായിരുന്നു. അവർ മറിച്ചും തിരിച്ചും ചുട്ടും അപ്പമാക്കി നമ്മൾ ഗോതമ്പെടുത്ത ഇഡ്ഡലി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, മസാല ദോശ ഉണ്ടാക്കും. അങ്ങനെ പല രീതിയിൽ ഈ മാവ് വെച്ച് പലതുണ്ടാക്കുന്ന പോലെ ഈ മന്ന വെച്ച് അവർ പലതരങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? കാരണം അതിൻ്റെ സൗണ്ട് മാറി. ഇതെന്തോ സ്വതം ആദ്യ അത്ഭുതത്തോടെ ചോദിച്ചു. ഈ മന്ന സ്തോത്രം, അവർക്ക് ഭക്ഷണമില്ലായിരുന്നപ്പോൾ അവർ ചെന്ന് കണ്ടപ്പോൾ ചോദിച്ചു, കർത്താവിന് സ്തോത്രം ചെയ്തു. നമുക്ക് ദൈവവചനമാകുന്ന അതെ മന്ന പലപ്പോഴും നമ്മൾ ഭക്ഷിക്കുമ്പോഴും അതിലൊരു മടുപ്പായി മാറാതിരിക്കാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളിൽ വചനം കേട്ടപ്പോൾ ഏറ്റെടുത്തതുപോലെയല്ല ഈ ദിവസങ്ങളിൽ ഇതെന്താണ് കർത്താവേ ഈ വചനം, ഈ സ്വർഗീയ മന്ന. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവനുള്ള അപ്പം ഞാനാണ്. സ്തോത്രം. ഇത് ഭക്ഷിക്കുന്നവർ ഒരു നാളും മരിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അവിടെ മോശ മന്ന ഭക്ഷിച്ചു. അവിടെ മഴ പോലെ മന്ന അവിടെ വർഷിച്ചപ്പോഴും അവിടെ അവർ കഴിച്ചു. അവർ മരുഭൂമിയിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് വേണ്ട, ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. പക്ഷേ തിരുവചനം പറയുന്നു, അവിടെ ഇറച്ചി വായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അപ്പോൾ ജഡത്തിൻ്റെ മേൽ ക്ഷേമെടുക്കുന്നതാണ് ഉപവാസം. ഏശാവും ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഇമ്പോർട്ടൻസ് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിവാഹമായിരുന്നു ഇസഹാക്കിൻ്റെയും റബേക്കയുടെയും ജീവിതത്തിലെ വിവാഹം. അത് യേശുക്രിസ്തുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുകയാണ്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ആ ഭവനത്തിനകത്ത് ഒരു വിഷയം വന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നതും ഒരുപക്ഷെ ഉപവാസം ഉണ്ടായെന്ന് എനിക്കറിയുന്നില്ല,
പക്ഷേ ദൈവവുമായിട്ടുള്ള അടുപ്പം പോയി. അവിടെ ജനസസ് 25:28 പറഞ്ഞിരിക്കുന്നത് ഏശാവിന് ദൈവ സാന്നിധ്യം ഏശാവിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. കാരണം വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചത് കൊണ്ട് ഇസ്ഹാക്ക് ആരെ സ്നേഹിച്ചു? ഏശാവിനെ കൂടുതൽ. വേട്ടയിറച്ചി, നല്ല വേട്ടയിറച്ചി ഇസ്ഹാക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. ഏശാവ് കൊണ്ട് ഇസ്ഹാക്കിന് കൊടുക്കുമായിരുന്നു. അത് നല്ല വേട്ടക്കാരനായിരുന്നു. അദ്ദേഹം വേട്ടയിറച്ചി കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം ഇത് കഴിച്ച് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്തോത്രം ഇത് മാത്രമായി ദൈവവുമായിട്ടുള്ള അടുപ്പം പോയി. സ്തോത്രം. ജഡം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും വിള്ളലുകൾ വരും. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് ലേഖനം 12:16 പറയുന്നത്, കയ്പുള്ള വേര് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ ആമേൻ ഈ ദിവസങ്ങളിൽ മലിനപ്പെടുകയും ചെയ്യുമ്പോൾ ദുർനടപ്പുകാരനായ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശ സ്ഥാനം വിട്ടുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തരായി തീരാതിരിക്കാൻ സ്തോത്രം ഇടയാകട്ടെ. അപ്പോൾ ഏശാവിൻ്റെ ജീവിതത്തിൽ ആമേൻ അദ്ദേഹം യാക്കോബ് കൂടാരവാസിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആമേൻ നമ്മുടെ ഭക്ഷണം വെടിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് ചില ദൈവപ്രവൃത്തികൾ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടാനൊക്കെ ഇടയാകും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉപവസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരൊറ്റ ഉപവാസം ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചു. 40 ദിവസം മരുഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു ഉപവസിക്കുമ്പോൾ ആമേൻ അതിനുശേഷമാണ് കർത്താവിൻ്റെ ശുശ്രൂഷ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഉപവസിക്കുമ്പോൾ വെൻ യു ഫാസ്റ്റ്, ഇംഗ്ലീഷിൽ പറയുന്നത് വെൻ യു ഫാസ്റ്റ്, നമുക്ക് പലരും കേട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇഫ് യു ഫാസ്റ്റ് എന്നല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞു വെൻ യു ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപവാസം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഉപവസിക്കുന്നവർ ആമേൻ സ്വതം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടണമെങ്കിൽ ആമേൻ വെൻ യു ഫാസ്റ്റ്, ഇഫ് യു ഫാസ്റ്റ് അല്ല, ദൈവമക്കൾക്ക് കഴിയുന്നവരെല്ലാവരും ഉപവസിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ നിർബന്ധിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യാൻ പറയുന്നതല്ല, ദൈവവചനത്തിനകത്ത് കിടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പ്രസൻറ്റ് ചെയ്യുകയോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ ദിവസം എടുക്കുവാൻ തയ്യാറാണ്. കാരണം ഇതെടുക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. പിശാച് ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങൾ ഒന്നാണ് ഉപവാസവും പ്രാർത്ഥനയും. പലരും പ്രാർത്ഥിച്ച് മടുക്കുമ്പോൾ, പലരും ഉപവസിച്ച് ജീവിതത്തിൻ്റെ ദൈവപ്രവൃത്തികൾ കാണാതിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ വിശ്വാസത്തോടുകൂടി ഉപവാസത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ആമേൻ. ശത്രു കെട്ടിയിരിക്കുന്ന, ശത്രു ബന്ധിച്ചിട്ടിരിക്കുന്ന, ശത്രു പുറത്തു കൊണ്ടുവരത്തില്ലെന്ന് വാദിക്കുന്ന ഹല്ലേലൂയ ഈ ദിവസങ്ങളിലും ആത്മീയ ജീവിതങ്ങൾ, ഭൗതിക ജീവിതങ്ങൾ, ശാരീരികമായ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യേശുവിനോട് പറയുകയാണ്, യേശു പറഞ്ഞു യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു. അവൻ പതിവായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ, യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു മണവാളൻ വിട്ടുപോകുന്നൊരു സമയമുണ്ട്. ആമേൻ. മണവാളൻ എന്ന് പറഞ്ഞാൽ ആളുടെ പേരെല്ലാം നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന മണവാളൻ പോകുന്നൊരു ദിവസമുണ്ട് അല്ലേ? സോ അത് അന്ന് പിന്നെ ഉപവസിക്കും. അപ്പോൾ ദൈവസഭ മണവാളൻ പോയാൽ ഉപവസിക്കാമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുക. ഹല്ലേലൂയ. സ്തോത്രം. ഭയമുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചിലത് നടക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളുള്ള ഉപവാസവും പ്രാർത്ഥനയും ദൈവസഭയ്ക്കുള്ളിൽ വെളിപ്പെട്ടേ മതിയാകൂ. ദൈവസഭ മുന്നോട്ട് പോകണമെങ്കിൽ, ആമേൻ, പിശാചിനെ ഈ ദിവസങ്ങൾ കീഴടക്കണമെങ്കിൽ ഈ ദിവസങ്ങൾ ചില ടേണിംഗ് പോയിന്റുകൾ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുന്നത് പലപ്പോഴും ഉപവാസമാണ് കേട്ടോ. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ടേണിംഗ് പോയിന്റ് ഉപവാസത്തിലായിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ടേണിംഗ് പോയിന്റ് ഉപവാസത്തിലായിരുന്നു. 40 ദിവസം ഒറ്റ ഉപവാസം. അതേ സ്തോത്രം. ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് അവനെ വിട്ടുപോയെന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ യേശുക്രിസ്തു ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ പിശാചിന് മനസ്സിലായി ചില മണ്ഡലങ്ങൾ തകരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ മേൽ വിടുതൽ വരുവാൻ പോവുകയാണ്.
സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ഏതെങ്കിലും മുൻവിധികളുണ്ടെങ്കിൽ കർത്താവ് മാറ്റ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ദൈവിക ആഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എനിക്കൊന്ന് സൗദി വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഉപവസിക്കാറുണ്ട്. അതിൽ 3 ദിവസം ഉപവാസം ഞങ്ങൾ ഒരുമിച്ച് പൂർണ്ണ ഉപവാസമൊക്കെ ഇരുന്ന കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ ഒരു ഉത്സവമാണ്. അത് ഒരു ഉത്സവമാണ്. ഇതൊരു മടുപ്പല്ല, ഇതൊരു ഉത്സവമാണ്. ഇതൊരു സന്തോഷം തരുന്ന കാര്യമാണ്. ഇത് സമാധാനം തരുന്നതാണ്. ഹല്ലേലൂയ. പക്ഷേ ഇതെടുക്കാൻ പൈശാചിക മണ്ഡലം സമ്മതിക്കത്തില്ല. കാരണം അവനറിയാം വിടുതൽ ഉറപ്പാ, അതിനുമേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉറപ്പാ. ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശത്രു തടുത്തു വച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുവരുവാൻ തക്കവണ്ണം, കരങ്ങൾ കിട്ടുവാൻ തക്കവണ്ണം, ദൈവപ്രവൃത്തികൾ മുന്നിൽ കാണുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവിക ഉപവാസത്തിന് വേണ്ടി ദൈവജനത്തിന്റെ മേൽ ഒരു കൃപ ഈ ദിവസങ്ങൾ യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തു എത്ര പ്രാവശ്യം ഉപവസിച്ചെന്ന് ദൈവവചനത്തിൽ എഴുതി വെച്ചിട്ടില്ല. യേശുക്രിസ്തുവിന് ഒറ്റ ഉപവാസമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് വീണ്ടും വീണ്ടും ഉപവസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നായിരിക്കില്ല. കാരണം ഉപവസിക്കുന്നത് ജഡത്തിൽ പാപമുള്ളവരാണ് ഉപവസിക്കേണ്ടത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ജഡത്തിൽ പാപമില്ലായിരുന്നു. നമ്മുടെ ജഡത്തിലുള്ള പാപത്തിൻ്റെ ശക്തികേന്ദ്രങ്ങളെ തകർക്കുന്നതാണ് ഉപവാസം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില ബന്ധനങ്ങളെ തകർക്കുവാൻ കഴിയുന്നതാണ് ഉപവാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര കഥാ സ്തോത്രം ചെയ്യും. കാരണം ഉയർത്തി കഥ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. എനിക്കൊരു വിടുതലാണ്. ആമേൻ. എനിക്ക് ആർക്കും വിടുതൽ വേണമെങ്കിൽ എനിക്കിന്ന് വിടുതൽ വേണം. സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ മേശ ദൈവപ്രവൃത്തി എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് അസാധ്യമെന്ന് പറയുന്ന മണ്ഡലങ്ങളെ ഈ ദിവസങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ദൈവസഭയുടെ മേലുണ്ട്. അതെവിടെയോ മറിഞ്ഞൊരു പൊട്ടൻഷ്യൽ എവിടെയോ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഈ ദിവസങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം എഴുന്നേൽക്കണം. ദൈവജനം ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകണം. ദൈവസഭ മുന്നോട്ട് പോകണം. അനേക ദൈവ രാജ്യത്തിലേക്ക് ഈ ദിവസങ്ങൾ ഓടി വരുന്ന ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിനൊരു വില കൊടുക്കാൻ എത്ര വേണമെന്ന് തയ്യാറാകും. ഒരു വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ വിലയുള്ളത് തരാൻ കർത്താവ് തയ്യാറാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മൾ വെറുതെ ഉപവസിക്കുന്നതല്ല, പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടെ ആമേൻ നമ്മൾ ഉപവസിക്കും. പലർക്കും അറിയില്ല എന്തിനാണ് ഉപവസിക്കുന്നത്. ആരോ പറഞ്ഞ് ഉപവസിക്കുക, അതുകൊണ്ട് ഞങ്ങൾ ഉപവസിക്കുകയാണ്. ആമേൻ. നമ്മളെ തന്നെ മാറ്റുന്നതാണ് ഉപവാസം. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നതാണ് ഉപവാസം. ആമേൻ. ചില മറിഞ്ഞു കിടക്കുന്നത് വെളിപ്പാടുകളെ പ്രാപിക്കുന്നതാണ് ഉപവാസം. ആത്മീയ മണ്ഡലങ്ങളെ തുറക്കുന്നതാണ് ഉപവാസം. ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ഉപവാസം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനം ഈ ദിവസങ്ങൾ എൻ്റെ മേൽ വെളിപ്പെടുന്ന ആമേൻ സ്തോത്രം. മുന്നോട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക പദ്ധതികൾ എനിക്ക് വെളിപ്പെട്ട് വരുന്നതാണ് ഉപവാസം. ഹല്ലേലൂയ. അത് നമ്മൾ ഭയത്തിലല്ല, ആത്മാവിൻ്റെ നിയോഗത്തോടെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ. ഹല്ലേലൂയ. അവിടെ ആരൊക്കെ ഉപവസിക്കണമെന്ന് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്, നമുക്ക് വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:16. ഹല്ലേലൂയ. സ്തോത്രം. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. ഇദ്ദേഹം വന്നിട്ട് ചുമ്മാ ഉപവസിക്കാൻ പറയുന്നത്. പലർക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ ചില ഉപവാസം പറയുമെന്ന് പേടിക്കുന്നവരുണ്ട്. സ്തോത്രം. പക്ഷേ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് അവൻ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതൽ വരാൻ വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തീകരിക്കട്ടെ. സിയോനിൽ കാഹളം ഊതുവിൻ, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടി വരുത്തും. ജനത്തെ കൂട്ടി വരുത്തണം ഉപവാസത്തില്. സഭയെ വിശുദ്ധീകരിപ്പിൻ. ഇത് സഭയെ വിശുദ്ധീകരിക്കുന്നതാണ് ഉപവാസം. നമുക്കൊരു വിശുദ്ധീകരണം വേണ്ടേ? എനിക്കൊരു വിശുദ്ധീകരണം വേണം. സ്തോത്രം. അത്രമാർക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വേണം. സ്തോത്രം. എനിക്ക് ഇനിയും കുറച്ചുകൂടെ വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്. ഇത് പോരെ കർത്താവേ. I need more holiness. I need more sanctification. I need the word of God more to be revealed in my life. Hallelujah. ജനത്തെ കൂട്ടിവരുത്തണം. പിന്നെ ഇത് സഭയെ വിശുദ്ധീകരിക്കണം. പിന്നെ
മൂപ്പന്മാരെ കൂട്ടി വരുത്തുവൻ. അപ്പൊ മൂപ്പനാന്നിരിക്കാൻ പറയത്തില്ല, സ്വതം സമ്മതിക്കത്തില്ല. പാസ്റ്റർ ആണെങ്കിലും സ്വതം സീനിയർ പാസ്റ്റർ ആണെങ്കിലും ബിഷപ്പ് ആണെങ്കിലും ഉപവസിച്ചാൽ മതിയാകത്തുള്ളൂ. അഥവാ പോപ്പാന്ന് പറഞ്ഞാൽ ഉപവസിച്ചാൽ മതിയാകത്തുള്ളൂ. ആരാന്ന് പറഞ്ഞാലും മനുഷ്യൻ എല്ലാവർക്കും ഉപവാസം ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവൻ. ആമേൻ. പൈതങ്ങളെ ഉപവസിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ പൈതങ്ങളുള്ള വീട്ടിൽ ഇരിക്കരുത്, പൈതങ്ങളുമായിട്ട് വന്ന് ഉപവസിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. അപ്പം ഞാൻ മണവാളനാണ്, യേശു ക്രിസ്തുവാകുന്ന മണവാളനല്ല. സ്വതം ഇപ്പം ഞാൻ വിവാഹം കഴിച്ചോളൂ, ഞങ്ങൾക്ക് ഹണിമൂൺ ടൈമാ, ഞങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല, ഉപവസിച്ചാൽ മതിയാകുള്ളൂ. ഞാൻ പറഞ്ഞില്ല, യോബേൽ പ്രവാചകന്റെ സമയത്ത് ഒരു വിടുതൽ അവിടെ വേണമായിരുന്നു. അവിടെ ജനത്തിൻ്റെ അവസ്ഥ വല്ലാത്ത കണ്ടീഷനിലായി പോയി. ആമേ ശത്രു കൊണ്ടാവുമെന്നെല്ലാം കൊണ്ടുപോയി. ആമേ സ്തോത്രം. അവർക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടെന്ന്. അവ പറഞ്ഞ് ഒന്നും ചെയ്യാൻ അറിയത്തില്ല, ഒറ്റ കാര്യം ചെയ്താൽ മതി, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തയ്യാറാകാൻ മതി. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് കാരണങ്ങളൊന്നും പറയരുത്, ഉപവാസം എടുക്കാൻ തയ്യാറാകണം. സ്തോത്രം. പൂർണ്ണ ഉപവാസം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന തലങ്ങളിൽ ഹല്ലേലൂയ ജഡം സമ്മതിക്കത്തില്ല ആദ്യം. ആമേൻ. പക്ഷേ ജഡത്തെ ജയമെടുക്കുവാൻ നമ്മളൊരു തീരുമാനമെടുത്താൽ അടുത്ത സ്ഥാനത്ത് കൃപ കർത്താവ് നമുക്ക് തരും. കൃപ കർത്താവ് തരും. ഹല്ലേലൂയ. എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ പിന്നെ എടുക്കാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അനുഭവിച്ചാൽ എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണമാണ് ഉപവാസം. നമ്മുടെ ജഡത്തിൻ്റെ മേൽ ക്ഷയമെടുക്കുന്നതാണ് ഉപവാസം. യഥാർത്ഥത്തിൽ എനിക്ക് നമ്മൾ മുമ്പും പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. കൂടുതൽ കഴിക്കുമ്പോഴാണ് പലപ്പോഴും മന്ദത വരുന്നത്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും നമ്മൾ കഴിച്ച് വരുമ്പോഴത്തേക്കും രാവിലത്തെ കഴിച്ച് കഴിയുമ്പോൾ പറയും, ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ പറയും, ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് എന്താണെന്നാണ് പിന്നെ ചിന്ത. അല്ലേ, ഈ ഉപവാസം എടുത്തൊരു ഗുണമുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. അല്ലേ. സോ ഇനിയിപ്പോൾ എന്തുണ്ടാക്കണം എന്നുള്ള ചിന്തയും വേണ്ട. ബിരിയാണി ആണോ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണോ? സ്തോത്രം. അങ്ങനെയുള്ള എല്ലാ ടെൻഷനും മാറും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഭക്ഷണങ്ങളൊക്കെ അതൊക്കെ സെക്കൻഡറിയാണ്. ഒരു മനുഷ്യൻ 40 ദിവസത്തോളം ഭക്ഷണമില്ലാതെ ജീവിക്കുന്നുള്ളതാണ് സയൻസ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഉപവസിച്ച് നോർമലായിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, അവൻ 30 ദിവസം കഴിയുമ്പോൾ കാൽമുട്ടിന് അല്പം സ്തോത്രം ഒരു വീക്കം വരുമെന്നുള്ളൂ. അതിനുള്ള ആവശ്യമുള്ള പോഷകങ്ങൾ മുഴുവൻ ശരീരത്തിനകത്ത് കിടപ്പുണ്ട്. ഞാനുണ്ടായിരുന്ന, ഞങ്ങൾ ഗൾഫിലുണ്ടായിരുന്നു, അവിടെ ഒത്തിരി ആൾക്കാർ ഒരുപാട് ഉപവസിക്കുന്ന സമയത്ത് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാനിത് പറയുന്നത്. ഇവിടെ തോന്നുന്നില്ല സ്വന്തം, ഞാൻ മുമ്പ് അവിടെ ഇവിടുത്തെ അനുഭവങ്ങൾ എനിക്കത് അറിയത്തില്ല. പക്ഷേ അവിടെ ഒരുപാട് ഉപവസിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പെട്ടെന്ന് പറയും 21 ഞങ്ങൾ ഇരിക്കുക, 21 കഴിയുമ്പോഴത്തേക്ക് ആളുടെ സ്വന്തം ഏകദേശം 8 കിലോ കുറയും, അത്ര അല്ലെങ്കിൽ വെയിറ്റ് കുറയും. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ തിരിച്ചു വരും. പക്ഷേ വരുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ദേവദാസൻ, അദ്ദേഹം 21-40 ഒക്കെ ഒന്ന് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഉപവാസം കഴിയുമ്പോൾ പിന്നെ ഇതിലും ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി പലപ്പോഴും അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ആയിരുന്ന വെയിറ്റിൽ അപ്പുറത്തുള്ള വെയിറ്റിലാണ് വരുന്നത്. കാരണം ഉപവാസം എടുത്തുകൊണ്ട് അദ്ദേഹം കൂടുതൽ കഴിക്കുമായിരുന്നു. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ജഡത്തിൽ ഭക്ഷണത്തിൻ്റെ മേലൊരു കൺട്രോൾ പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്. അദ്ദേഹം പറയും, ഞാൻ 40 ദിവസം ഉപവാസം ഇരിക്കാൻ പോവാം. പക്ഷേ ഇദ്ദേഹം ഉപവാസം ഇരിക്കുമ്പോൾ ഒന്നും ഇദ്ദേഹത്തിന് ഒരു ക്ഷീണവും തോന്നാറില്ല. പിന്നെ ഞാനൊരു ദിവസം നോക്കുമ്പം ഇദ്ദേഹം ഒരു ഫ്രൂട്ട് സ്റ്റോളിൽ ഇരുന്നുകൊണ്ട് ഷാർജ ഷേക്ക് കുടിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഷാർജ ഷേക്ക് കുടിച്ചാൽ സ്തോത്രം 40 ദിവസം നമുക്ക് 100 ദിവസം വേണം ഇരിക്കാം. നാരങ്ങാവെള്ളം കുടിച്ചോണ്ട് 40 ദിവസം ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? സ്തോത്രം. ഷാർജ ഷേക്ക് കുടിച്ചോണ്ട് വർഷം മുഴുവൻ വേണം ഇരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ അതിലുള്ള ആശ്രയം മാറാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ ഒരു ഉപവാസമായി മാറ്റുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കിന്ന് ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ആത്മാവ് ഹേമിക്കുന്നെങ്കിൽ എനിക്ക് ഉപവസിപ്പാനുള്ള ഒരു കൃപ എൻ്റെ മേൽ പകരണം. ദൈവം ആഗ്രഹിക്കുന്നത് പാർഷ്യലാണെങ്കിലും ഫുള്ളിരിക്കാൻ കഴിയുമെങ്കിൽ ഫുള്ളിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതിനുള്ള കൃപ കർത്താവ് തരും. ചിലർ പറയും എൻ്റെ ഗ്ലാമർ പോകുമെന്ന് പറയും. സ്തോത്രം. ഗ്ലാമറൊന്നും പോകത്തില്ല.
ഗ്ലാമർ കൂടത്തേ ഉള്ളൂ. ഗ്ലാമർ ബ്യൂട്ടി പാർലറിൽ പോയാൽ കുറച്ച് ഗ്ലാമർ കൂടും തോന്നും. പക്ഷേ മോശ 40 ദിവസം ഉപവസിച്ച് ദൈവസന്നിധി ഇരുന്നപ്പോഴത്തേക്കും മോശയുടെ മുഖം ചുക്കിച്ചുളഞ്ഞു ഇല്ല, പ്രകാശിച്ചുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പല ആവശ്യമില്ലാത്ത കെമിക്കൽസൊക്കെ ഇതിനകത്ത് നിന്ന് അങ്ങ് ബന്ധു പൊക്കോളും. അതിനുള്ള സയൻറ്റിഫിക്കായിട്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഉപവാസം നല്ല നമുക്ക് പലതും വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സയൻസ് പ്രകാരം നോക്കിയാലും ഇപ്പം പണ്ടൊക്കെ അല്ലെന്ന് പറയാമെന്ന്, പക്ഷേ ഇപ്പം നോക്കിയാലും അതങ്ങനെ തന്നെയാണെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഉപവസിക്കാൻ തുടങ്ങിയപ്പം 39-ാം ദിവസമായപ്പം യേശുവിന് വിശന്നെന്നല്ല പറഞ്ഞത്, 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനുള്ള ഉപവാസത്തിൽ ആമേൻ കർത്താവിൻ്റെ കൃപ ദൈവം തരും. ചിലരത് പ്രബോധിക്കുമ്പോൾ 4 മണിയാകുമ്പോൾ ചിന്തിക്കും, എൻ്റെ കർത്താവേ സമയമായില്ലോ. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. 6 മണി, ഒരു 8 മണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും കഴിക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ യേശുവിൻ്റെ ഉപവാസം അങ്ങനെയല്ലായിരുന്നു. യേശു ക്രിസ്തു 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അതുവരെയും വിശന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. കൃപ തരുമെന്ന് ഞാൻ പറയുന്നത്. കൃപ കർത്താവ് തരും. സ്തോത്രം, ഹല്ലേലൂയ. 40 വരുന്നില്ലെങ്കിലും സാധിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനെ ആമേൻ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് അതിനുള്ള കൃപ തരും. ആമേൻ. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ പലപ്പോഴും ഉപവാസത്തിനകത്ത് ഒരു സൗഖ്യമുണ്ട്. ആമേൻ. ക്യാൻസർ സെൽസ് ഉപവാസത്തിനകത്ത് ഡിസ്ട്രോയ്ഡ് ആകുമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വചനമല്ലാത്ത കാര്യം കൂടെ സ്വതന്ത്രം ബോധ്യമല്ലെങ്കിൽ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇൻ കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ, ടോക്സിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഉപവാസത്തിൽ അത് കത്തിപ്പോവും. ആമേൻ. പിന്നെ ലിവറും കിഡ്നിയൊക്കെ ക്ലീൻ ആവും. ഹല്ലേലൂയ. വചനത്തിനകത്ത് എഴുതി വെച്ചിട്ടില്ല, ഡോക്ടർമാർ പറഞ്ഞ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും ഉപവസിക്കുമ്പോൾ ചില രോഗങ്ങൾ സൗഖ്യമാകുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും ഒരു നഷ്ടമായി തീരത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാത്രമേ മാറുകയുള്ളൂ. ഈ യഹോശഫത്തിൻ്റെ ജീവിതത്തിൽ പഴയ നിയമം നോക്കുവാണെങ്കിൽ യഹോശഫത്തിൻ്റെ മുമ്പിൽ ഒരു പ്രതികൂലം വന്നപ്പം യഹോശഫത്തിനോട് ദൈവം പറഞ്ഞു, യഹോശഫത്തെ നീ പാട്ട് പാടാൻ മാത്രമല്ല പറഞ്ഞത്. യഹോശഫത്തിനോട് ദൈവം പറഞ്ഞു, 2 Chronicles അതിൻ്റെ 20:3 അവിടെ പറയുന്നു, യഹോശഫത്ത് ഭയപ്പെട്ടു. ഭയം മാറണമെങ്കിൽ ഉപവാസം എടുക്കാൻ തയ്യാറായി. യേശുവിൻ്റെ നാമത്തിൽ ഭയം വിട്ടുമാറും. ദൈവം ആഗ്രഹിക്കുന്ന ഭയങ്ങൾ ആമേൻ ഉപവാസമാണെങ്കിൽ അല്ലെ അതിനകത്ത് സ്തോത്രം ഒരു ദൈവിക വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കണോ? സ്തോത്രം. ഈ ദിവസങ്ങൾ ഉപവസിക്കാൻ തയ്യാറാണെങ്കിൽ വിശ്വാസം വർദ്ധിക്കും. ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യഹോശഫത്ത് ഭയപ്പെട്ടു. ദൈവം പറഞ്ഞു, മകനെ ഭയപ്പെടരുത്, ദൈവം നിന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്ന വിശ്വാസവാൻ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം എന്റെ കൂടെ ഉണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല. എത്ര വലിയ വിഷയം എന്റെ മുമ്പിൽ വന്നാലും ഹല്ലേലൂയ ഞാൻ ഭയപ്പെടുകയില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽ വിട്ടുമാറട്ടെ. In the name of Jesus Christ. In the name of Jesus. Hallelujah. ഭയം പലപ്പോഴും രോഗങ്ങളെ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പരിശുദ്ധാത്മാവ് അവൻ ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിന്റെ ആത്മാവാണ്, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ്. ഭയത്തിന്റെ ആത്മാവല്ല, ദാസ്യത്തിന്റെ ആത്മാവല്ല. ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തിന്റെ അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിൽ അപ്പച്ചനുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Oh, we bless you, Lord. We bless you, Lord. We bless you, Jesus. Hallelujah. അവിടെ പറയുകയാണ് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? യഹോവയെ അന്വേഷിക്കുന്നത് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു.
ആമേൻ. അത് 3 ദിവസത്തോളം അവര് ശത്രുവിൻ്റെ പണ്ഡലങ്ങളെ കൊള്ളയടിക്കുവാൻ തക്കവണ്ണം ആ താഴ്വാരത്തിന് ബിറാക്ക താഴ്വര എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയെങ്കിൽ, അത് സന്തോഷത്തിൻ്റെ താഴ്വരയാക്കി ദൈവം മാറ്റിയെങ്കിൽ, ഉപവാസത്തിൻ്റെ അവസാനം ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു മത്തായി സുവിശേഷം 17:20 നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾക്ക് മലയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. ആരോടാ പറഞ്ഞത്? കടുക് മണിയോടാണോ? അല്ല, മലയോട് കൽപ്പിച്ചാൽ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിയിരിക്കും. അപ്പോൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കടുകുമണിയും മലയുമായിട്ടുള്ള കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ നമുക്കറിയാം, അത് കമ്പാരിസൺ ചെയ്യാൻ കഴിയത്തില്ല. എങ്കിലും അത് നീങ്ങുമെന്നും ഒന്നും അസാധ്യമാകുക ഇല്ല എന്ന് കർത്താവ് യേശു പറയും. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണി 1000 ഫീറ്റിന് മുകളിൽ താഴോട്ടിട്ടാലും പൊട്ടത്തില്ല. മുട്ടയെടുത്ത് താഴെയിട്ടാൽ പൊട്ടും. പക്ഷേ കടുകുമണിയോളം വിശ്വാസം എവിടെ എത്ര ഉയരത്തിലെ പ്രശ്നമാണെങ്കിലും അവൻ ഭയപ്പെടത്തില്ല. സ്തോത്രം. അത് എവിടെ പോയാലും പൊട്ടത്തില്ല, അത് തകരത്തില്ല. ഹല്ലേലൂയ. കടുകുമണിയുടെ സ്തോത്രം, സ്തോത്രം. ആ വിശ്വാസം മതി ഇന്ന് ചില മലകൾ നീങ്ങുവാൻ തക്കവണ്ണയാകുവാൻ. അല്ല, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കും. വിശ്വാസം ആവശ്യമുള്ളവർ പറയണം, കർത്താവേ എനിക്ക് വിശ്വാസം പോരെ കർത്താവേ, ഈ വിശ്വാസം ഞാൻ പലപ്പോഴും ഭയപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ. ആത്മീയ ജീവിതമുണ്ട്, ആമേൻ. പലപ്പോഴും കാര്യങ്ങൾ അറിയാം, പല വചനം അറിയാം, എല്ലാം അറിയാം. പക്ഷേ പലപ്പോഴും ഞാൻ ഭയത്തിൻ്റെ കീഴിൽ പലപ്പോഴും ഞാൻ അമർന്നു പോവുകയാണ്. പക്ഷേ ഇന്ന് കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഭയപ്പെടരുത്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. നീർന്ന വിഷയങ്ങളുടെ മേൽ, മല പോലെയുള്ള വിഷയങ്ങളുടെ മേൽ ഒരു കടുകുമണിയുടെ വിശ്വാസമുണ്ടെങ്കിൽ യേശു പറയുകയാണ്, അസാധ്യമെന്ന് ശത്രു പറയുകയാണ്. സ്വർഗ്ഗഭാവിലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ കണ്ട് നീ ഭയപ്പെടരുത്. അതിനെ കൃപയെന്ന് ആർപ്പോടെ നീ അതിൻ്റെ മേൽ ഈ ദിവസങ്ങൾ പൂർത്തീകരണങ്ങൾ ചെയ്യുന്ന നാളുകളുണ്ട്. ആർപ്പോടെ അതിന് ആണിക്കല്ലുകൾ നീ കയറ്റുന്ന ദിവസങ്ങളുണ്ട്. ജീവിതത്തിൽ തുടങ്ങിയ പ്രവൃത്തിയെ ഈ ദിവസങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടണമെങ്കിൽ യേശു പറയുകയാണ്, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ചില ജാതി നീങ്ങി പോകത്തില്ല. സ്തോത്രം. നീങ്ങിപ്പോകാത്ത ഏതെങ്കിലും ജാതി ഉണ്ടെങ്കിൽ, സ്തോത്രം, അല്ലെങ്കിൽ 18ാമത്തെ അടവാ. സ്തോത്രം. നമുക്ക് കേരളത്തിലുള്ളവർക്കറിയാം 18 അടവുകൾ കളരിപ്പയറ്റിനകത്തുണ്ട്. സ്തോത്രം. 18ാമത്തെ അടവാണ് ഉപവാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരടവുമില്ല. സ്തോത്രം. 18ാമത്തെ അടവ് തിരിഞ്ഞോടുക എന്നുള്ളതല്ല, 18ാമത്തെ അടവ് ഉപവാസമാണ്. ഉപവാസത്തിൽ ജയിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലവുമില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നമുക്കൊരു ബോധ്യം പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഇൻ ദ നെയിം ഓഫ്. നമ്മുടെ വിടുതൽ മറ്റാരുടെയും കരങ്ങളിലല്ല, നമ്മുടെ വിടുതൽ നമ്മുടെ മുഴങ്കാലില്ല. നമ്മുടെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ മേൽ തന്നെ ദൈവം തന്നിട്ടുണ്ട്. ആ വിടുതൽ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റാൻ പോകുന്ന ദിവസങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു. എന്നെയും നിങ്ങളെയും ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ, ദേശത്തൊരു അത്ഭുതമാക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. 2025 നടക്കാത്തത് 26 നടത്താൻ കഴിയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. enemy has done monstrously, but ഉപവാസം കഴിഞ്ഞപ്പം ദൈവം പറയുക, ഹല്ലേലൂയ, God has done wondrously. ഹല്ലേലൂയ. മോൺസ്ട്രസ് ആയിട്ട്, ആമേൻ, സ്തോത്രം, വന്നിരിക്കുന്നത് കൊല്ലുവാനും കവർച്ച ചെയ്യുവാനും മോഷ്ടിപ്പാനും മുടിപ്പാനും അറുപ്പാനുമാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ നുണയനും നുണയൻ്റെ അപ്പനുമാണ്. യേശു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാൻ. ഹല്ലേലൂയ. അത് വെറുതെ നൽകുവാനല്ല, അത് സമൃദ്ധമായിട്ട് നൽകുവാൻ. സമൃദ്ധമായി നൽകുന്ന ഒരു ജീവൻ ഇതിനകത്തൂടെ വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ.
വിശ്വസിക്കുന്ന അത്ര ദൈവം. ഞാൻ വിശ്വസിക്കുന്നു രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും, ഭൂതങ്ങളെ യേശു പുറത്താക്കും. ആമേൻ. പാരമ്പര്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഉപവാസത്തിൽ ഇടിഞ്ഞു മാറുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കരബലത്താലുമല്ല, നമ്മുടെ ശക്തിയാലുമല്ല. ചെറുവാബ് നമ്മൾ കരം കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും മറ്റേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുവെങ്കിൽ ഇന്ന് ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തെ ഒരു പരിശുദ്ധി ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, രണ്ടുപേര് തമ്മിലൊരു ഫൈറ്റ് നമ്മുടെ അകത്ത് നടക്കുന്നുണ്ട്. എൻ്റെ അകത്തുണ്ട്, ശത്രു ഇട്ടിരിക്കുന്നവരുടെ അകത്തുണ്ടെന്ന് എനിക്കറിയാം, ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഹല്ലേലൂയ. ഒരു ഇസഹാക്കും ഒരു ഇസ്മായിലും ഉണ്ട്. ഇസ്മായിൽ നമുക്കറിയാം, അത് പ്രത്യേകിച്ച് അറിയാവുന്നതുകൊണ്ട്, ഇസ്മായിൽ ജഡത്തിൻ്റെ പുത്രനാണ്. അതെ, ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാണ്. വാഗ്ദത്ത സന്തതി വീണ്ടും ജനിച്ച ദൈവ പൈതലാണ്. ഇസ്മായേൽ നമ്മുടെ പഴയ മനുഷ്യനാണ്. ഇസ്മായേലിനെ പുറത്താക്കിയെങ്കിലേ വാഗ്ദത്തം നിറവേറത്തുള്ളൂ. ജഡം കാണിക്കുന്ന ഇസ്മായേലിൻ്റെ മേൽ ക്ഷേമെടുക്കണം. ജഡം പലപ്പോഴും നമ്മളെ അവൻ ചില ദുർചിന്തകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ജഡം പലപ്പോഴും നമ്മുടേതായ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആ ജഡം പലപ്പോഴും നമ്മളെ അവൻ ഭയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആ ജഡം പലപ്പോഴും നമ്മളെ മന്ദതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അവൻ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ ജഡത്തിൻ്റെ അവൻ സ്തോത്രം നമ്മൾ മരിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ ജഡത്തിൻ്റെ ശക്തി കുറയുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. ജഡവും ആത്മാവും തമ്മിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പോരാട്ടമുണ്ട്. അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ തക്കോണം ഇടയാകും. ഹല്ലേലൂയ. നമ്മൾ അവന്യൂ ഓപ്പൺ ചെയ്താലേ ദൈവത്തിന് നമ്മുടെ ശക്തി കൊണ്ട് ഒന്നും പറ്റത്തില്ല. ബട്ട് വി ഹാവ് ടു ഓപ്പൺ ടു ദ ലോർഡ്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു ആത്മാവിൻ്റെ ശക്തി കർത്താവ് പകരുവാൻ തക്കോണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ, കർത്താവ് പറഞ്ഞു പ്രാർത്ഥനയാലും 3 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. ഒന്ന്, പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിച്ചു മടുത്തു. ഹല്ലേലൂയ. പല വിഷയങ്ങൾക്കും വിടുതൽ വന്നിട്ടില്ല. ആമേൻ. സ്തോത്രം. പക്ഷേ കർത്താവ് പറയുകയാണ്, വിശ്വാസത്തോടെ കൽപ്പിച്ചു നോക്കി, പക്ഷേ നടന്നിട്ടില്ല. പക്ഷേ അപ്പോൾ കർത്താവ് പറഞ്ഞൊരു ചന്ദ്രരോഗിയായ ഒരുവൻ്റെ മകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ശിഷ്യന്മാർക്ക് ഇവൻ്റെ മേൽ നിന്ന ശക്തി കേന്ദ്രത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ചില ശക്തി കേന്ദ്രങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ തകരണം. അത് തകർന്നെങ്കിലേ വാഗ്ദത്തം പുറത്തു വരത്തുള്ളൂ. ചില ശക്തി കേന്ദ്രങ്ങൾ തകർന്നെങ്കിലേ ജീവിതത്തിൻ്റെതായ മണ്ഡലങ്ങൾ, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നു. ചില സ്ട്രോങ് ഹോൾസിനെ തകർക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വേണം. അങ്ങനെ തകർക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് പകൽ പറയാം, ചില സ്ട്രോങ് ഹോൾസ്, ചില ബന്ധനങ്ങൾ, എന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, എൻ്റെ ശരീരത്തിൽ തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടയുന്ന, എൻ്റെ വചന ധ്യാനത്തെ തടയുന്ന, എൻ്റെ ആത്മീയമായ ഉൾക്കാഴ്ചകളെ തടയുന്ന, ദൈവ ശബ്ദം കേൾക്കുവാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ സ്തോത്രം എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന, എന്നെ മാറ്റിക്കൊണ്ടു പോകുന്ന ചില അന്ധകാരത്തിന്റെ ബന്ധനങ്ങളെ തകർക്കുവാനുള്ള ഒരു ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ഉപവാസത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. ഹല്ലേലൂയ സ്തോത്രം. യേശു പറഞ്ഞു, വിശ്വാസമുണ്ടെങ്കിൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, വിശ്വാസമില്ലാഞ്ഞിട്ടില്ല, എല്ലാവർക്കും ഓരോ അളവിൽ വിശ്വാസം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലും വിശ്വാസം, നമ്മുടെ എല്ലാ ഉള്ളിലും വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസത്തെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ജഡത്തിൻ്റെ ശക്തി കൊണ്ട് കഴിയത്തില്ല, ജഡിക ശക്തി കൊണ്ട് കഴിയത്തില്ല. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അകത്ത് വെളിപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടയാകണം. പരിശുദ്ധാത്മാവ് നമ്മളൊരു അവന്യൂ ആയി മാറണം. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമായി മാറണം. ഇതിനകത്ത് വസിക്കുന്ന ആത്മാവ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ ശരീരം, മൈ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ഹല്ലേലൂയ.
വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, എൻ്റെ ഈ ശരീരം മറ്റൊന്നിനും വസിക്കാനുള്ളതല്ല, ഇതിനകത്ത് പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള മന്ദിരമാണ്. അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അത് in the name of Jesus Christ, അത് മാറിപ്പോണം. ഹല്ലേലൂയ, in the name of Jesus. ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നോക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ജഡത്തിൻ്റെ ശക്തിയാണ്. അല്ലേ? സ്തോത്രം. ജഡത്തിൻ്റെ ശക്തിയാണ്. അല്ലേ? ചിലതൊക്കെ ചിന്തിക്കേണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ആ ചിന്ത അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഫുൾ കൺട്രോൾ ആവും. ഹല്ലേലൂയ. കൺട്രോൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ചിന്തകളും ക്രിസ്തു ചിന്തയോട് പിടിച്ചടക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയകത്ത് വരുമ്പോഴാണ്. അതിനകത്ത് ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല. മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തിങ്സ് വിൽ ഹാപ്പൻ നാച്ചുറലി. Things will happen naturally. ഇന്ന് വരെ കഴിയാത്ത ഒരു ദൈവിക സമാധാനത്താൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളങ്ങളെ നിറയ്ക്കാൻ പോവുക. ഉടബ രമന ശംധ ബൗഢ മാന ദീപ സ്തോത്രം. ഹല്ലേലൂയ. എത്ര നാൾ നമ്മൾ ഭൂമിയിൽ ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഉള്ള കാല സന്തോഷത്തോടെ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കും. സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പിശാച് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഞെരുക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഡിപ്രസ് ആക്കാനാണ് പിശാച് നോക്കുന്നത്. ഇവൻ്റെ ജീവിതത്തെ തീർക്കണമെന്ന് ഓർക്കുന്നത്. പക്ഷേ യേശു വന്നിരിക്കുന്നത് ജീവൻ നൽകാനാ. യേശു വന്നിരിക്കുന്നത് പൂർത്തീകരിക്കാനാ. യേശു വന്നിരിക്കുന്ന ദൈവിക വാസന പൂർത്തീകരിക്കാനാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും ഹല്ലേലൂയ എൻ്റെ ആവശ്യങ്ങൾ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, എൻ്റെ ആവശ്യങ്ങളെ നടത്താൻ കഴിയുന്ന ദൈവം, എൻ്റെ പ്രശ്നങ്ങളെ അറിയുന്ന ദൈവം, എൻ്റെ വിഷയങ്ങളെ അതുപോലെ അറിയുന്ന ദൈവം, ഈ ദിവസങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ അസാധ്യങ്ങളെ നോക്കിയിട്ട് പറയണം, എൻ്റെ ദൈവത്തിന് നിസ്സാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അസാധ്യമായത് ദൈവത്തിന് നിസ്സാരമാണ്. ആമേൻ. അതിന് എന്നെ ഒരു ചാനലാക്കി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ശരീരങ്ങളൊരു ചാനലായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ആമേൻ കരമിറക്കി അങ്ങനെ വേദപണ്ഡിതന്മാർ പറയുന്നത് ദൈവത്തിന് ചെയ്യാൻ കഴിയാഞ്ഞിട്ടില്ല, പക്ഷെ ദൈവം മനുഷ്യനെ കൂടാതെ ചെയ്യത്തില്ല. ഗോഡ് വിൽ വർക്ക് ത്രൂ യു ആൻഡ് മീ. നമ്മളെയാണ് കർത്താവ് ചാനലായിട്ട് കണ്ടിരിക്കുന്നത്. ആമേൻ. കർത്താവ് ഒരു നിമിഷം കൊണ്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ തീർക്കാൻ കഴിയും. പക്ഷെ ദൈവിക നീതി അതല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അവകാശമായി കിട്ടുവാനുള്ളത്, നീതിയോടെ ലഭിക്കാനുള്ളത്, ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ, ഹല്ലേലൂയ, ദൈവമക്കളുടെ കാര്യങ്ങൾ കിട്ടേണ്ടത്, ദൈവമക്കൾ അനുഭവിക്കേണ്ടത്, ദൈവമക്കൾ പ്രാപിക്കേണ്ട മണ്ഡലങ്ങൾ, ഉടബലബലബ പിടിച്ചു വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലത്തോട് കൽപ്പിക്കാൻ തയ്യാറായ യേശുവിന്റെ നാമം. ആമേൻ. നമ്മളോട് തന്നെയാണ് കർത്താവ് തൻ്റെ പ്രവൃത്തിയെ ചെയ്യാൻ പോകുന്നത്. നമ്മളോട് തന്നെയാണ്. കുടുംബത്തിനകത്ത് ചില വിഷയങ്ങളുടെ മേൽ മറ്റാരുടെയല്ല, നമ്മളോട് തന്നെ ചെയ്തെടുക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്തെടുക്കണമെങ്കിൽ ആമേൻ ആ കൃപ നമ്മുടെ മേൽ പകരപ്പെട്ടേ മതിയാകും. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു വില കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ സ്തോത്രം. ജസ്റ്റ് ആസ്ക് ദി ലോർഡ്. ഉപവസിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ഉപവസിപ്പാനുള്ള കൃപ, ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്ന തലങ്ങളിൽ അത് ചെയ്യുവാൻ പ്രാർത്ഥിക്കുവാനുള്ള കൃപ കർത്താവ് എൻ്റെ മേൽ പകരണമേ. വിശ്വാസത്തെ വർദ്ധിക്കുന്നത് ഉപവാസിക്കുമ്പോഴാണ് വിശ്വാസം. അതുകൊണ്ട് യേശു പറഞ്ഞത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം കൂടും, പക്ഷേ ഉപവസിക്കുമ്പോൾ വിശ്വാസത്തിന് അടുത്ത ലെവലിലേക്ക് കർത്താവ് കയറ്റും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിടുതലില്ലാഞ്ഞിട്ടല്ല, വിഷയത്തിൻ്റെ മേൽ വിടുതലില്ലാഞ്ഞിട്ടല്ല, വിശ്വാസത്തിൻ്റെ കുറവാണ് പലതിൻ്റെയും വിടുതലിൻ്റെയും ആമേൻ മുമ്പിൽ നിൽക്കുന്നത്. ചില വിഷയങ്ങളുടെ മേൽ ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, ഇതിനകത്തിരിക്കുന്ന ചിലരുടെ തന്നെ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ അത് കാത്തിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ അതും അങ്ങോട്ടൊന്ന് ചെല്ലുവാൻ, നമ്മളതിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ ആമേൻ അത് കാത്തിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ. Oh, we bless you, Jesus.
കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭയ്ക്കകത്ത് ആമേൻ അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ ഒരു ബേബി ചർച്ചായിരുന്ന ആ ചർച്ചിനെ ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങിയപ്പോൾ അല്പസമയം കൊണ്ട് ദൈവം ലോകം എമ്പാടും കടന്നു ചെല്ലാൻ കഴിയുന്ന റിവൈവൽ ചർച്ചാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉടബലഭ ശംധരഭാരഭ ചൂടപരംധ പ്രൗഢേ ദീവാവാരീഖാമാനാമൗഢേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ സഭതോറും മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ അവരെ ഭാരമേൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഭയായിരുന്നു ആദിമ സഭ. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥനയും ഉപവാസവും അത്യന്താപേക്ഷിതമാണ്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെതായ ചില ആലോചനകളെ ലഭിക്കണമെങ്കിൽ, ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ ഇരിക്കുമ്പോഴാണ് അവിടെ ബർന്നബാസിനെയും ശൗലിനെയും ദൈവം വേദനിക്കുവാൻ പറയുന്നത്. ആമേൻ. അപ്പോൾ ദൈവിക തീരുമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്വന്തം ചില തീരുമാനങ്ങൾ മുമ്പിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് ആ തീരുമാനങ്ങളെ ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ഒരു നിയോഗം ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ അനേക അനുഗ്രഹങ്ങൾ, ഉപവാസത്തിൻ്റെ ഉള്ളിൽ വെളിപ്പെടുന്ന ചില കാര്യങ്ങൾ യെശയ്യാപ്രവാചക പുസ്തകം 58-ാം അധ്യായത്തിൽ താഴോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്നിൽ പറയുന്നത്, നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. സ്തോത്രം. പ്രത്യാശ കർത്താവ് തരം, ഹോപ്പ് തരും. അതിൻ്റെ 8-ാം വാക്യം, അടുത്ത വാക്യത്തിൽ നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. സ്തോത്രം. വേഗത്തിൽ കർത്താവ് സൗഖ്യമാക്കും. ശാരീരികമായ മാനസികമായ വിഷയങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ. അവിടെ മറ്റൊരു മാത്രമേ, യഹോവയുടെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. അവിടെ റിപ്പൻറ്റ് ചെയ്ത് ഉപവസിക്കുവാനാണ് യെശയ്യാപ്രവാചക പുസ്തകം 50-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് ഇൻവോൾവ്സ് റിപ്പൻറ്റൻസ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവേ എനിക്കത് വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഉപവാസം. ഹല്ലേലൂയ. വിടുതൽ കിട്ടാൻ മാത്രമല്ല, വിടുതൽ നമ്മിൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിടുതൽ നാച്ചുറലായിട്ട് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവും നമ്മളുമായിട്ട് തടസ്സമായി നിൽക്കുന്നത് യെശയ്യാപ്രവാചക പുസ്തകം 59-ാം അധ്യായം 58 തീർന്ന് 59-ാം അധ്യായം തുടങ്ങുമ്പോൾ ദൈവം പറയുകയാണ്, രക്ഷിപ്പാനാകാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾക്കുവാനാകാത്ത വിധം എൻ്റെ ചെവികൾ മന്ദീഭവിച്ചിട്ടില്ല, കാണുവാനാകാത്ത വിധം എൻ്റെ കണ്ണുകൾക്ക് മങ്ങേറ്റിട്ടില്ല. അവിടെ പറയുന്നു, ഒന്ന് മാത്രമേ എന്നെ നിങ്ങളെ തമ്മിൽ അകറ്റുന്നുള്ളൂ, ഒറ്റ കാര്യം മാത്രമേ എൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നുള്ളൂ. ദൈവഹിതമല്ലാത്തവന് എടുത്തു മാറ്റാൻ തയ്യാറാകുമ്പോൾ, അത് വെളിപ്പെടാൻ തയ്യാറാകുമ്പോൾ, അതിനോട് കഥാവ് ഈ ദിവസങ്ങൾ ബൈ ബൈ പറയാൻ, ടാറ്റ പറയാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ മുറിവുകളെ കഥാവ് സൗഖ്യമാക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്. അപ്പോൾ നീ വിളിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും. അപ്പോൾ നീ വിളിക്കും, നീ ദൈവം ഉത്തരമരുളും. ഞാൻ വരുന്നുവെന്ന് ദൈവം അരുളി ചെയ്യും. സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. 58-ാം അധ്യായത്തിൻ്റെ 8 തുടങ്ങി പറയുക, ഉപവാസം ചെയ്ത, യഥാർത്ഥത്തിൽ ഉപവസിച്ച ദൈവമക്കളെ കർത്താവ് ചെയ്യാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുകയാണ്. ഇതിനപ്പുറത്ത് എന്തോ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. നീ വിളിക്കുമ്പോൾ നിന്റെ ചാരി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് അറിയാൻ തക്കവണ്ണം, ചെറുതും വലുതുമായ വിഷയങ്ങൾക്കുള്ളിൽ ഓരോ ദിവസവും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് അറിയുവാൻ തക്കവണ്ണം 2026 തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ ദിവസം അനേക കാര്യം ഞാൻ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, God does not need our strength. Hallelujah. God needs dedicated, submitted lives.
ഹല്ലേലൂയ, ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ദൈവത്തിന് പ്രവർത്തിക്കാൻ he needs someone, he needs a body, he needs a person, that's all. എൻ്റെ ആത്മാവിനെ എല്ലാ സകല ജഡത്തിൻ്റെ മേലും പകരും. ആമേൻ. അത് ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ആമേൻ. പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് ദിനത്തിൽ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ യോവേൽ പ്രവാചകന്റെ പുസ്തകമാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സകല ജഡത്തിൻ്റെ മേലും, ഹല്ലേലൂയ, സകല ജഡത്തിൻ്റെ മേലും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകരും. വിളിച്ചപേക്ഷിക്കുന്നതിന് മേലാണ് പരിശുദ്ധാത്മാവിനെ പകരുന്നത്. അന്ത്യനാളുകളിൽ ദൈവം വിളിച്ചപേക്ഷിക്കുന്ന ഏത് ജഡമാണെങ്കിലും, ഹല്ലേലൂയ, മനുഷ്യനാണോ ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറാണോ? ഗോഡ് ഈസ് റെഡി ടു വർക്ക് ഇൻ യുവർ ലൈഫ്. ഹല്ലേലൂയ. ഇമ്മാനുവേൽ ആയവൻ നമ്മുടെ കൂടെയുണ്ട്. കാരണം തല ക്രിസ്തു ആണെങ്കിൽ ശരീരം സഭയാണ്. ആമേൻ. നമുക്ക് തലയാകാൻ പറ്റത്തില്ല, പക്ഷെ ശരീരമാകാൻ കഴിയും. ഈ ഭൂമിക്കകത്ത് ശരീരം എൻ്റെയാ, സ്തോത്രം. തല ക്രിസ്തുവിൻ്റെ സഭയാ ശരീരം. അങ്ങനെയാണെങ്കിൽ ആമേൻ, God wants his church to wake up. God wants his church to come out. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിലും ആമേൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ആ വിളി ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എൻ്റെ ആത്മീയ ഉറക്കത്തെ മാറ്റണമേ, ആ ദൈവശക്തിയെ പകരണമേ. ഈ ദിവസങ്ങളിൽ ഞാൻ എഴുന്നേൽക്കുന്ന നാളുകളായി മാറണമേ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അടുത്ത വർഷത്തിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ ചില ദൈവ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ശക്തിയില്ല, പക്ഷേ ദൈവ ശക്തി പകരുകയെന്ന്. ആമേൻ. ഇന്ന് ശക്തിയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ദൈവ ശക്തിയെ പകരുക. ഓ റബാന മൗഠമാന ദീപാരാബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ശക്തിയില്ലാത്തവർക്ക് ശക്തി പകരുന്നവനാണ് ദൈവം. ശക്തിയില്ലാത്തവർക്ക് ശക്തി പകരുന്ന ദൈവം. ബലഹീനതകൾ ബലപ്പെടുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ ബലം എൻ്റെ ബലഹീനതയാണ്. എൻ്റെ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. സ്തോത്രം. നമ്മളൊക്കെ ബലഹീനത, പക്ഷേ ഇന്ന് വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് മുമ്പിൽ ആ ബലഹീനതയെ മാറ്റി ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുവാൻ, എൻ്റെ ബലഹീനതയെ കലഞ്ചുകൊണ്ട് അവൻ കളിയാക്കുന്നവരുടെ മധ്യത്തിൽ എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവശക്തി. Come on, come on, come on. ാക്കി മാറ്റാൻ കഴിയുന്ന ദൈവമുണ്ട്. വരണ്ട നിലത്ത് നിന്റെ വിശപ്പടക്കം. മറ്റൊരു അനുഗ്രഹം പറഞ്ഞിരിക്കുന്നത്, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. 2026 ഓരോ ദിവസവും ദൈവം നടത്തും. 25 നടത്തും, 26 നടത്തും. കർത്താവിൻ്റെ വരവരേക്കും നടത്തും. വിശ്വാസത എൻ്റെ ദൈവം എന്നെ നടത്തുന്ന ദൈവമാ, എന്നെ നയിക്കുന്ന ദൈവമാ, എന്നെ വഴിയിലിട്ട് പോകുന്ന ദൈവമല്ല. ഹി വിൽ മേക്ക് യു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എത്തപ്പെടേണ്ട മണ്ഡലങ്ങളിൽ എൻ്റെ ദൈവം എന്നെ എത്തിക്കും. ഹല്ലേലൂയ. വരണ്ട നിലത്ത് നിന്നെ വിശപ്പടക്കും. എൻ്റെ പ്രൊവിഷൻസിനെ എൻ്റെ ദൈവം ഒരുക്കും. ആമേൻ. ചില 100 വിഷയങ്ങൾക്ക് മുമ്പിലാണ് നിൽക്കുന്നതെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു, എൻ്റെ വിഷയങ്ങളെ കർത്താവ് നടത്തും. സ്തോത്രം. എനിക്ക് വലിയ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും എൻ്റെ വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിനുള്ള സോഴ്സ് എൻ്റെ കർത്താവ് ഒരുക്കിയിരിക്കും. സ്തോത്രം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ആത്മീയ വിശപ്പിനെ അടക്കും, ഭൗതിക വിശപ്പിനെ ദൈവം അടക്കും. 5 അപ്പം കൊണ്ട് 5000 പരിപോഷിപ്പിച്ചിട്ട് അയച്ച ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ വചനം കേട്ടിരുന്ന ജനത്തെ വീട്ടിൽ പൊക്കളെന്നല്ല പറഞ്ഞ വചനത്തിന് വേണ്ടി സമർപ്പിച്ച ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ വ്യക്തമായി കണ്ട സർവശക്തനായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തു അറിയാം, അവൻ താൻ ഇതിനകത്ത് പോകുമ്പോൾ വഴിയിൽ വീണു പോകും. ഹല്ലേലൂയ. പക്ഷെ വീഴത്തില്ല, വീഴത്തില്ല. കർത്താവ് ശക്തിപ്പെടുത്താൻ പോവുക. ഹല്ലേലൂയ. ദൈവം ബലപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. സകലർക്കും ആവശ്യമായിരിക്കുന്നത്. ആമേൻ. ഒറ്റ വ്യക്തി പോലും വെറുതെ പോയില്ല. ആമേൻ. ഇരുന്ന പത്രോസ് ദിവസം മുഴുവൻ പടകിരുന്ന് ആമേൻ വചനം കേട്ട പത്രോസിനെ കർത്താവ് പടകിൻ്റെ അവസ്ഥ സൂര്യതയെ മാറ്റി കളഞ്ഞു. കാരണം വചനം കേട്ടവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഏറ്റെടുത്തവനാ. ഹല്ലേലൂയ. വചനം ഏറ്റെടുക്കുന്നവൻ്റെ ജീവിതത്തെ ദൈവം അത്ഭുതം ചെയ്യും.
സ്തോത്രം സ്തോത്രം. ആരും കണ്ടില്ല പത്രോസിന്റെ വിഷയം, പത്രോസിന്റെ ഹൃദയം ആരും കണ്ടില്ല. കേൾക്കുന്ന വചനം ഏറ്റെടുക്കുന്നുണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു, യേശുവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പടകിന്റെ അവസ്ഥ ചോദിച്ചില്ല. യേശു പറഞ്ഞു, വലയെടുക്ക് പത്രോസേ. ഹല്ലേലൂയ, നീ അത് ഇടാൻ തുടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ അനുഭവിച്ച ശൂന്യതകളെ കർത്താവ് മാറ്റാൻ പോവുക. ശൂന്യമായ മണ്ഡലങ്ങളെ ഈ ദിവസങ്ങൾ നിറവിൻ്റെ അനുഭവങ്ങളിലേക്ക് ആമേൻ നടത്താൻ കഴിയുന്ന ദൈവമുണ്ട്. ആമേൻ. നിന്റെ അസ്ഥികളെ ദൈവം ബലപ്പെടുത്തും. മറ്റൊരു വാക്തത്വമാണ്, അസ്ഥിയെ ദൈവം ബലപ്പെടുത്തും. അസ്ഥിക്ക് ആർക്കും പ്രശ്നമുണ്ടോ? അസ്ഥി ആർക്കും സൗഖ്യമാക്കാൻ കഴിയത്തില്ല. ഇന്ന് സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. അസ്ഥിയെ സൗഖ്യമാക്കാൻ കഴിയുന്നതിനും അസ്ഥി സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ കർത്താവ് അസ്ഥിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതിനകത്ത് സൗഖ്യമുണ്ട്, അതിനകത്ത് വിടുതലുണ്ട്. നനവുള്ള തോട്ടം പോലെയായി തീരും. ആമേൻ. എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ താല്പര്യപ്പെടുന്നു. കഥാവ് ആമേൻ ചിലതിനെ റിസ്റ്റോർ ചെയ്യുന്ന നാളുകൾ ആമേൻ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ഇവിടെയാകും. അവിടെ തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ എങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ ഞാൻ നിങ്ങളിലേക്കും തിരിയും എന്ന് ദൈവം പറയുകയാണ്. ദൈവത്തിനെ റിപ്പൻറ്റൻസ്, യഥാർത്ഥ റിപ്പൻറ്റൻസ് നടന്നപ്പം അല്ലെങ്കിൽ അവിടെ ഉണർവ് വന്നേ. സ്തോത്രം. റിപ്പൻറ്റ് ചെയ്യുന്നവനേക്ക് ദൈവം മടങ്ങി വരും. ഗോഡ് റിപ്പൻറ്റഡ് എന്നാണ് ചില കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പാപത്തിൻ്റെ റിപ്പൻറ്റൻസ് അല്ല, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ ദൈവം മാറ്റിവെച്ചു. അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ മുമ്പിൽ യോനാ പ്രവാചകൻ 3 ദിവസത്തോളമുള്ള നിനവയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 3 ദിവസം മുഴുവൻ പോയില്ല. ആദ്യ ദിവസം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനം ഏറ്റെടുത്തു. മൃഗങ്ങൾ പോലും ഉപവസിച്ചു. ഒറ്റ ഉപവാസം മൃഗങ്ങൾ ഉപവസിച്ചിട്ടുള്ളൂ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ്. അല്ലെങ്കിൽ ദൈവം വരാനിരിക്കുന്ന അനർത്ഥത്തെപ്പറ്റി ദൈവം റിപ്പൻറ്റ്, ഇംഗ്ലീഷ് പറഞ്ഞെങ്കിൽ പാപത്തിന് റിപ്പൻറ്റൻസ് അല്ല. ഗോഡ് ഹല്ലേലൂയ സ്തോത്രം സ്റ്റോപ്പ് ഫ്രം ഡൂയിങ് സർട്ടൻ തിങ്സ്. ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾക്ക് ചിലർക്ക് വേണ്ടി ഈ ദിവസം ഉപവാസം പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവത്തിൻ്റെ കരം അവർക്ക് ഭാരമാവത്തില്ല. ഹല്ലേലൂയ. ചില കൈകൾ ദൈവത്തിൻ്റെ കരം ചിലരുടെ മേൽ ഭാരമാകാൻ പോകും. സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട്, കാമൻ പരിശുദ്ധാത്മാ കാണിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. വെറുതെ പറയുന്നതല്ല. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നമ്മളെ ദൈവം ഇടിവിൽ കാണുക. Once intercession. Hallelujah. God wants some people to intercede. Hallelujah. For your family members. ദേശത്തിന് വേണ്ടി, മോളെ കൂടെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി. Hallelujah. God has seen you, മോനെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവരുടെ റിപ്പൻറ്റൻസ് നമ്മളോട് നിങ്ങളോട് വെളിപ്പെടുത്തുന്ന ദൈവം. Hallelujah. Hallelujah. സ്തോത്രം. ദൈവത്തിൻ്റെ കരം ആർക്കും ഭാരമായി തരാതിരിക്കാൻ തക്കവണ്ണം. സ്തോത്രം. ഈ ദിവസങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളിടയാകട്ടെ. ആ ദൈവിക സംരക്ഷണം ഉപവാസത്തിനകത്തുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങളുണ്ട്. തിരുവചനം അതിൻ്റെ ശേഷമോ സകല ജഡത്തിൻ്റെ പേരും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവൻ ഉപവാസത്തിന് ശേഷം കർത്താവ് അവൻ ആത്മാവിനാൽ നിറയപ്പെട്ട യേശു ഗലീലയിലേക്ക് കടന്നു വന്നു. കർത്താവിലൂടെ ദൈവം ആദ്യത്തെ റിവൈവലിനെ കൊണ്ടുവന്നു. സ്തോത്രം. അവിടെ വലിയൊരു ദൈവപ്രവൃത്തി കർത്താവിൻ്റെ ഉപവാസത്തിന് ശേഷം നടക്കുവാനിടയായി. യോവേൽ പ്രവാചക പുസ്തകത്തിൽ പഠിക്കുന്ന കർത്താവിൻ്റെ ദിവസം വരുവാൻ സമയമായിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആണ് ഉപവാസം. വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തൻ്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. അപ്പോൾ ഈ ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ മണവാളൻ വരുവാൻ സമയമായിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞാൽ കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 21, 34, 36 വാക്യങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയം ആദിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും സർവ്വയുടെ മേലും വരും. സ്വതം ആകയാൽ സംഭവിപ്പാനുള്ളത് എല്ലാറ്റും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പൻ. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പൻ. കഥാവ് പറയുകയാണ്. അങ്ങനെയാണ് ഈ ദിവസങ്ങളിലും മണവാളൻ്റെ വരവിന് വേണ്ടി ആമേൻ സ്വതം മണവാളൻ എടുക്കപ്പെട്ടു.
മണവാളില്ലാതിരിക്കുമ്പോൾ ദൈവസഭ ഉപവസിക്കാൻ കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് വിരാമിടുവാൻ സ്തോത്ര സമയത്തിന് പരിധികളുണ്ടല്ലോ. കേട്ട എല്ലാവർക്കും അതൊരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന് വരവിനെ ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തിന് മേലെ ദൈവപ്രവൃത്തികൾ കാണുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ഉപവാസം ഒരു മുഖാന്തരമായി മാറുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം ഈ ദിവസങ്ങളും പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന തലങ്ങൾ ഉപവസിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരുമിച്ച് കർത്താവിൻ്റെ ഈ വരവിന് വേണ്ടി നമുക്ക് ഈ ഉപവാസമായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവെങ്കിൽ ആരും നഷ്ടപ്പെട്ടു പോകുക ഇടയാകണം. ഈ ദിവസങ്ങൾ സഭ ഉണർന്നിരിപ്പാൻ, സഭ വിശുദ്ധീകരിക്കുവാൻ, ഈ ദിവസങ്ങളിലും ആ ദിവസം വരുമ്പോൾ കർത്താവിനോട് ആയിരിക്കാൻ തക്ക ഇടയാക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് ഒരിക്കൽ കൂടി മോഹനം കൊടുക്കാം. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, നിത്യം വസിപ്പാൻ വശമൊരുക്കാൻ പോയ പ്രിയൻ താൻ, ലക്ഷം തീർന്നു നിത്യം വസിപ്പാൻ വശമൊരുക്കാൻ പോയ പ്രിയൻ താൻ, വശമൊരുക്കാൻ പോയ പ്രിയൻ താൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, കഷ്ടമായി പരിഹാസങ്ങൾ ദുഷീനങ്ങളും നിരാൻ കാലമായി നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷീകളെല്ലാം തീരാൻ കാലമായി, ദുഷീകളെല്ലാം തീരാൻ കാലമായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, മുഖത്തെ നാം കാണാൻ കാലമായി, പ്രിയന്റെ മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി, തേജസ്സോടെ നാം കാണാൻ കാലമായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, മോശം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ, കാന്തനുമായി മോശം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ, കാലം സമീപമായി പ്രിയരേ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, എന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി ഒരുങ്ങി നിന്നോ, തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി, മണിയറയിൽ വാഴാൻ കാലമായി, രാജാധിരാജൻ വാഴാനായി രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, യുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി, യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി, വാഴും സുദിനം ആസന്നമായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാൻ, കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിലറായി, ധാരാളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിലറായി, മറുരൂപമായി പറന്നില
രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളായി. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളായി. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ മണവാളൻ വരുമ്പോൾ പിന്നീട് നമ്മൾ ഉപവസിക്കത്തില്ല. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ കൂടെ എന്നും വാഴുവാനാണ് മണവാട്ടി ആയിരിക്കും ദൈവസഭയെ വിളിച്ചിരിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, യഹോവേ ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജയിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിൽ കരുണയോർക്കണമേ. അവിടെ പറയുന്നു, ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. അതെ, അവൻ്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവൻ്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. ആണ്ടുകൾ കഴിയും മുമ്പേ തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നത് 2026 ആകാൻ വെയിറ്റ് ചെയ്യേണ്ട. 2025 തൻ്റെ ഒരു ദിവസം കൊണ്ട് ദേശത്തെ പിറക്കുവാൻ തക്ക ഇടയാക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഒരു ദിവസം 1000 വർഷം യഹോവയ്ക്ക് ഒരുപോലെയാണ്. അങ്ങനെയാണ് ദൈവമക്കളുടെ ജീവിതത്തിന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അടുത്ത വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഈ ദിവസങ്ങളിലും അതിനെ ചെയ്യുവാൻ കഴിയുന്ന ഒരു സർവശക്തനെ ആരാധിക്കുന്നത്. ഈ 2025 വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തികൾ ഈ ശേഷിക്കുന്ന ദിവസങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അതുവല്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഇന്നുവരേക്കും നമ്മുടെ എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവരേക്കും കേൾപ്പിക്കപ്പെട്ട അവൻ പറയപ്പെട്ട വചനത്തോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരും കൂടെ ഇരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ, മാറാനാഥ. കർത്താവിൻ്റെ സമാധാനം നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടി കർത്താവ് നമ്മളെല്ലാവരും ജീവിതത്തിൽ തരാൻ പോകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസവും പ്രാർത്ഥനയും നമ്മളെല്ലാവരും ജീവിതത്തിന്മേ കർത്താവ് നൽകാൻ പോകുന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം പൂർത്തീകരിക്കാൻ പോകുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കരം വച്ച് ആശീർവദിച്ച് സ്വർഗ്ഗം നമ്മളെ മടക്കി അയക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തയാഴ്ച കർത്തൃമേശ